من أبدا على حبيبك خير الخلق كلهم. അതുകൊണ്ട് അള്ളാന്റെ ഹബീബിന്റെ സ്വഹാബികൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഓടുകയാണ്. എന്തിനാ ഓടണത്? മദീനത്ത് വെള്ളമില്ല, വല്ലാത്ത വരൾച്ചയാണ്. ആ സ്വഹാബികൾ അള്ളാഹിനോട് ദ്വാർന്നിട്ടുണ്ട്. അതിന്റെ പുറമെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഓടുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ വന്ന് ഇസ്തസ്ഖിലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്, അള്ളാന്റെ ഹബീബേ ഞങ്ങൾക്ക് വെള്ളം വേണം, മഴ വേണം നബിയേ. അള്ളാന്റെ ഹബീബിനോട് വന്ന് അവലാതി പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം വാങ്ങിക്കൊടുക്കുകയാണ്. അതേ റസൂലുള്ളാഹ് വഫാത്തായി പോവുകയാണ്. ഹയാത്തി ഖൈറുൽ ലക്കും മമാതി ഖൈറുൽ ലക്കും ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ ജീവിതകാലത്ത് എന്നിൽ നിന്ന് കിട്ടിയ ഒരു നന്മകളും എൻ്റെ മരണത്തോടെ നിലച്ചു പോകൂല. അതുകൊണ്ട് തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുമ്പോ അന്ന് മദീനയിൽ ഉണ്ടായതുപോലുള്ള വരൾച്ച പിന്നെ ഉമർ തങ്ങളുടെ കാലത്തൊരുക്കെ ഉണ്ടാകുകയാണ്. സ്വഹാബികൾ ആലോചിച്ചില്ല. ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഇലാ ഹളറത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജാറത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അള്ളാന്റെ ഹബീബിനോട് ഹയാത്ത് കാലത്ത് മഴയില്ലാത്ത വെള്ളമില്ലാത്ത ആവലാതി പറഞ്ഞതുപോലെ ഹബീബിന്റെ ജാറത്തിലേക്ക് നിന്നിട്ട് പറയാണ്, ഇസ്തസ്ഖിലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾക്ക് വെള്ളം വേണം തങ്ങളെ, മഴ പെയ്യണേ. അപ്പൊ അള്ളാന്റെ ഹബീബിനെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ വിഷയങ്ങൾക്ക് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാണ്. ഉദുഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദ്വാരന്നോടൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് എന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞതിന്റെ പുറമെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടാൻ അള്ള ഉത്തരം തരുമെന്ന് പറഞ്ഞാൽ പിന്നെ യാതൊരു മര്യാദയും വേണ്ടെന്നല്ല. അള്ളാന്റെ റസൂൽ എന്നെ പറഞ്ഞിട്ടുണ്ട്. എത്ര എത്ര ദ്വാരക്കലാരുണ്ട്. മത്അമുഹു ഹറാം, മൽബസുഹു ഹറാം, മശ്റബുഹു ഹറാം, അവർ തിന്നുന്നതും കുടിക്കുന്നതും ഒക്കെ ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, ഹറാമിൽ പുരണ്ടുപോയ ആളുകൾ അവർക്ക് എങ്ങനെ ഉത്തരം നൽകാനാണ്? ഉദൂനി അസ്തജിബ് ലക്കും എന്ന് പഠിപ്പിച്ച അതേ റസൂൽ നമുക്ക് പഠിപ്പിച്ചതാണ്. അങ്ങനെ ഓടിച്ചെല്ലാൻ പറ്റൂല. ഇനി അള്ളാഹിനോട് ദ്വാരക്കുമ്പോ ഏറ്റവും നന്നായി ഉത്തരം കിട്ടാനുള്ള മാർഗമുണ്ട്. അതിലൊരു മാർഗമാണ്. എന്താണ് അതിലൊരു മാർഗം? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അർദ്ധരാത്രി അള്ളാഹു അവന്റെ അടിമകളെ പ്രത്യേകമായി പരിഗണിക്കുകയാണ്. ആരെങ്കിലും എന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നവരുണ്ടോ അവർക്ക് ഞാൻ അതാ ഉത്തരം നൽകുന്നതാണ്. അർദ്ധരാത്രി നോക്കി ദ്വാരക്കുക. വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, അപ്പം ദ്വാരക്കുക. അതുപോലെ നിസ്കാരത്തിന്റെ ശേഷം ദ്വാരക്കുക. ഉദൂനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞ ആയത്തിന് ഒന്നുകൂടി മട്ടത്തിലും കൃത്യതയിലും ലഭിക്കുവാനുള്ള മാർഗം പറഞ്ഞു തരാൻ അതിലൊരു മാർഗമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് കണ്ണ് കാണാത്തൊരു മനുഷ്യൻ വരാൻ. ആ കണ്ണ് കാണാത്ത മനുഷ്യൻ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയെ കണ്ണ് കാണുന്നില്ല, അതുകൊണ്ട് ഒന്ന് ദ്വാരനേരണം കാഴ്ച കിട്ടാനേ. അല്ലാഹുവിന്റെ റസൂൽ ആദ്യം സമാധാനിപ്പിച്ച് ക്ഷമിച്ചാ കൂലിട്ടെന്നൊക്കെ പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, നബിയെ കാഴ്ച കിട്ടിയ വലിയ റാഹത്തായിരുന്നു. അപ്പൊ ആ മനുഷ്യന് ഉദൂനി അസ്തജിബ് ലക്കും എന്ന ആയത്തിന്റെ വ്യാഖ്യാനങ്ങൾ ഹബീബ് തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ ദ്വാരക്കണം? ആ ദുആക്ക് ഏറ്റവും സ്പീഡപ്പിൽ ഉത്തരം കിട്ടാനുള്ള ഒരു കോലം അവിടെ റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നല്ല പൂർണ്ണമായ ഒളു എടുത്തു വരാൻ പറയാണ്. എന്നിട്ടൊരു ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നീ അള്ളാഹിനോട് ദ്വാരക്കണം. എന്താ ദ്വാരക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മാ, നബിയേ അല്ലാഹുവേ നിന്റെ നബിയുടെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കി നബിയുടെ ഹക്ക് കൊണ്ട് ദ്വാരക്കുക. അതിന്റെ ശേഷം അതേ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ആ ദുആന്റെ ഉടനെ മറ്റൊരു വാചകം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി, നബിയേ അങ്ങ് മുഖേന ഞാൻ അള്ളാഹിനോട് ദ്വാരന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ദുആ ഒന്ന് സ്വീകരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് പറയണം നബിയേ. തവസ്സുലും ഇസ്തിഗാസയും ദുആയുടെ
സ്പീഡപ്പ് ദുആയുടെ ഏറ്റവും പരിപൂർണതക്ക് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത് തന്നെ ആയത്തിലും പറയണം, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. തെറ്റെയ്താലേ അള്ളാഹിനോട് നമ്മൾ പൊറുക്കലിനെ തേടണം. അതിന്റെ പുറമെ ആ ഇസ്തിഗ്ഫാർ അള്ളാഹു സ്വീകരിക്കാൻ അള്ളാഹുവേ ആ മനുഷ്യന് പുറത്തു കൊടുക്കണേന്ന് നമുക്ക് വേണ്ടി മുത്തുനബിയും കൂടി ഒന്ന് പറഞ്ഞാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അവർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നതാണ്, അവർക്ക് അല്ലാഹു തൗബ സ്വീകരിക്കുന്നതാണ്. ഈ ആയത്ത് വെച്ചിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ്, മദീനത്ത് പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞിട്ട് ഹബീബായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോടും ഉമർ റളിയല്ലാഹു അൻഹുവോടും സലാം പറഞ്ഞിട്ട് വീണ്ടും മുത്തുനബിന്റെ അടുത്ത് വന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മാ. ഹബീബ് തങ്ങളെ ചാരത്ത് നിന്നിട്ട് അള്ളാഹിനോട് പൊറുക്കലിനെ തേടാൻ പറയാണ്, നബിയേ അങ്ങ് അല്ലാഹുവേ നിന്റെ പ്രവാചകൻ മുഖേന ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു അല്ലാ. എന്നിട്ട് വീണ്ടും പറയാണ്, ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി. നബിയേ അങ്ങ് മുഖേന ഞാൻ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ തേടിയിട്ടുണ്ട് തങ്ങള്. അതൊന്ന് അല്ലാഹു സ്വീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് റെക്കമെൻഡ് പറയണേ. ഇർതകബ്തു അലൽ ഖാതാ ഗൈറ ഹസ്രി വഅദദ ലക അഷ്കൂ ഫിയാ സയ്യിദി ഖൈറൻ നബി. അള്ളാന്റെ ഹബീബിനെ തവസ്സുലാക്കുക, അള്ളാഹുവിന്റെ ഹബീബിനോട് ഇസ്തിഗാസ നടത്തുക. ഇത് ആ ഒരു വിശ്വാസം ഒരു വിശ്വാസിക്ക് ഉണ്ടാകണമെങ്കിൽ അവൻ ആദ്യം എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുക്കത്തെ മുഹമ്മദ് അല്ല എന്ന് മനസ്സിലാക്കണം. എന്നാൽ വഹാബികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയണില്ല. അതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച തവസ്സുൽ ഇസ്തിഗാസ നമ്മൾ ചെയ്തതിൻ്റെ പേരിൽ വഹാബികൾ പറയാണ്, നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, അള്ളാഹുവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിഗാസ നടത്തുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തവസ്സുൽ നടത്തുന്നത് റസൂലുള്ളാഹിനോടുള്ള പ്രാർത്ഥനയാണ് എന്ന് നമുക്കില്ലാത്തൊരു വാദം, ഇസ്ലാം പഠിപ്പിക്കാത്തൊരാശയം വഹാബികൾ സ്ഥാപിച്ചെടുത്തിട്ട് പച്ച നുണ പറയാണ്. എന്താ നുണ പറയുന്നത്? സ്വഹാബികൾ അടക്കമുള്ള മുഅ്മിനീങ്ങൾക്കെതിരെ ഒരു കാലത്ത് ഖവാരിജികൾ ശിർക്കാരോപിക്കാൻ ദുർവ്യാഖ്യാനം ചെയ്ത ആയത്തുകൾ അപ്പടി എടുത്തുകൊണ്ടുവന്ന് ഖവാരിജികൾ ചെയ്ത തോന്നിവാസം നമുക്കെതിരെ ചെയ്തിട്ട് അങ്ങാടിയിൽ വന്ന് വഹാബികൾ പറയും, അള്ളാഹിനോട് പ്രാർത്ഥിക്കണീന് എതിരാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണീന് എതിരാണ്. ഇവിടെയുള്ള സുന്നികള് അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുന്നതിന് തടസ്സം നിൽക്കുന്നവരാണ് ഇവിടുത്തെ സുന്നി പണ്ഡിതന്മാർ എന്ന് പച്ച നുണ പറയും. ആരാധന അള്ളാഹ്ക്ക്, ലോകത്തിന്റെ സട്ടാവും സംരക്ഷകനും അധികാരിയും കൈകാര്യകർത്താവും എല്ലാം അള്ളാഹു. ഇതിലാർക്കാ തർക്കമുള്ളത്? ഇത് വഹാബികളടുത്ത് നിന്ന് പഠിക്കേണ്ട വല്ല ഗതികേടും ഈ ഉമ്മത്തിനുണ്ടോ? ഷഹാദത്ത് കലിമന്റെ തലയില്ല, വാലുമില്ല, നടുവില്ല, ഒടുവില്ല. ഇങ്ങനെയുള്ള വഹാബികളെയൊക്കെ ഒന്ന് പഠിക്കണോ നമ്മൾ ഈ ആരാധനയും പ്രാർത്ഥനയൊക്കെ? സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കുന്നിടത്ത് എന്ത് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് നമുക്കുണ്ടാകേണ്ടത്. ഇങ്ങക്കെന്താ ബുദ്ധിമുട്ട് എന്നറിയില്ല. അള്ളാഹ്ക്ക് കയ്യും കാലും ഭാഗമല്ല എന്ന് വിശ്വസിക്കാൻ നിങ്ങളെ പള്ളിക്കടി എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല. ഇവിടെ ഷഹാദത്ത് കലിമ കറക്റ്റാണ്. ഈ ആയത്തുകളിലൂടെ പഠിപ്പിക്കപ്പെട്ട ഈ കാര്യം അള്ളാഹ്ക്ക് മാത്രം കൊടുക്കാൻ എന്ത് തടസ്സമാണ് നമുക്കുള്ളത്? ഞമ്മക്കറിയില്ല. അല്ലാഹു സമദ് വലം യകുല്ലു കുഫുവൻ അഹദ് എന്ന് അള്ളാഹ് പറഞ്ഞിട്ട് അള്ളാഹ്ക്ക് കാലും കയ്യും ഫിറ്റ് ചെയ്യേണ്ട വല്ല ആവശ്യം നിങ്ങൾക്ക് ഉണ്ടോ വഹാബികളെ? എന്താ നിങ്ങൾക്ക് അതിന്റെ ആവശ്യം? അതിനുള്ള ഏറ്റവും വലിയ തടസ്സം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ, അതുപോലെ തന്നെ മുസ്ലിയാക്കന്മാർ എന്ന് പറയാം. ഇതിന് പച്ച മലയാളത്തിൽ പച്ച തോന്നിയാസം എന്നാണ് പറയേണ്ടത്. ഹബീബ് തങ്ങളുടെ ഹദീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. ആഖിർ സമാനിൽ ഒരു ഖൗമ് വരാനുണ്ട്, ഓല് ദജ്ജാലുകളാണ്, കബളിപ്പിക്കുന്നവരാണ്. കദ്ദാബ് പെരുങ്കള്ളന്മാരാണ്, പെരുന്നുണയന്മാരാണ്. ശഫീഉനാ റസൂലുള്ളാഹി
നമ്മളാണത്ര ഈ മൂക്ക് കീപ്പട്ടായ കണാരൻ കുമാരൻ ജോസഫ് ഈ നാട്ടിൽ ആരാണ്? നമ്മളെ ഈ താനൂർ പള്ളിയിലെ സുന്നി മൂല്യര് അള്ളാഹ്ക്ക് ആരാധിക്കണീനെതിരാന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. എന്നിട്ടും ഈ വഹാബി പുരോഹിതന്മാർ പറയുന്ന ഈ പച്ച നുണ അണ്ണാക്കൊടാടെ മുമ്പിലിരുന്ന് വിഴുങ്ങിയിട്ട് കസേല അട്ടി വെച്ച് ബക്കറ്റ് പിരിവിട്ട് പോയി കിടന്നുറങ്ങണീൻ്റെ തലൻ്റെ ഉള്ളിൽ ചെകിരിച്ചാണകല്ലേ മനുഷ്യന്മാരങ്ങളൊന്ന് ആലോചിച്ചു. എങ്ങനെ വിശ്വസിക്കും? എന്നിട്ട് മൂപ്പര് പറയുന്നുണ്ട്, നമ്മളിങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ സുന്നിയാൾ പറയും ഞങ്ങൾ അള്ളാഹ്ക്ക് ആരാധിക്കണില്ല എന്നൊക്കെ പറയും, എന്നാലും നിങ്ങൾ അള്ളാഹ്ക്ക് ആരാധിക്കണുണ്ട്. പ്രസവിച്ച പെണ്ണ് പറയാ ഒരു വേദനയില്ല, കണ്ടു നിന്ന സിസ്റ്റർ പറയാ അല്ല എനിക്ക് വരുത്തേക്കണ്. ഊളംപാറി കൊണ്ടുപോണ്ടത് സിസ്റ്ററിയാണോ പ്രസവിച്ച പെണ്ണിനെയാണോ? ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ സാധാരണക്കാരെ വട്ടം കറക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതാണ് നമ്മൾ അള്ളാഹ്ക്ക് ആരാധിക്കണില്ല എന്ന് പറഞ്ഞാൽ എന്തിനാ സാധാരണക്കാർ വട്ടം കറങ്ങണ്? വഹാബികൾ വട്ടം കറങ്ങണുണ്ട്. നമ്മൾ ഇത് കൃത്യമായി ഉമ്മത്തിനോട് പറഞ്ഞാൽ പിന്നെ മറുപടി ഇല്ല, ഇവര് വട്ടം കറങ്ങാണ്, അത് സമൂഹത്തിന്റെ പെരടിക്ക് വെച്ചിട്ടാണ്. ഉസ്താദുമാരിങ്ങനെ വട്ടം കറക്കും. ഞങ്ങൾ ഇവിടെ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്, ഇവിടെ ഒരു കറക്കമല്ല. നമ്മളിപ്പോ മൊഹീദ്ദീൻ ഷെയ്ഖിനെ ആരാധിക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ ആരാധിക്കണില്ല. മൊഹീദ്ദീൻ ഷെയ്ഖിനെ നമ്മൾ ഇലാഹായി കാണുന്നുണ്ടോ? ഇല്ല. പ്രസവിച്ച പെണ്ണ് അറിയാൻ നോർമൽ, വളരെ സിമ്പിൾ, ഒരു പ്രശ്നമല്ല. സ്രഷ്ടാവായി കാണുന്നുണ്ടോ എന്നാണ് ചോദിക്കുക. അതാണ് അതെന്നെ ഞങ്ങളോട് ചോദിക്കണ്ടേ, അല്ലാതെ നിങ്ങൾ പറയുന്ന പച്ച നോണയൊക്കെ ഞങ്ങൾ അണ്ണാക്കോടാതെ വിഴുങ്ങണോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ എങ്ങനെ ശിർക്ക് വരിക? അതാണ് പിന്നെ എങ്ങനെ ശിർക്ക് വരിക? ഇലാഹാണ്, ഖാലിഖാണ്, സ്രഷ്ടാവാണ്, ആരാധ്യനാണ് എന്ന് കരുതിയാലല്ലേ ശിർക്ക് വരൂ? അതാണ് അങ്ങനെയല്ലേ ശിർക്ക് വരൂ? സഹോദരങ്ങളെ, അങ്ങനെ വിചാരിച്ചാലും വിശ്വസിച്ചാലുമാണ് ശിർക്ക് വരിക എങ്കിൽ ലോകത്തെവിടെ ശിർക്ക് ഉണ്ടാകുക? അങ്ങനെ വിശ്വസിച്ചോലൊരുത്തൊക്കെ ഉണ്ടാവും. മക്കത്തെ മുശ്രിക്കിന്റെ ജീവിതത്തിൽ ശിർക്കുണ്ടാകുമോ? അത് ഗോഡൌൺ ആണ്. മക്കത്തെ മുശ്രിക്കുകൾ ശിർക്കിന്റെ ഗോഡൌൺ ആണ്. ഹോൾസെയിൽ റീറ്റെയിൽ ആയിട്ട് അവിടുന്ന് എത്രയും കയറ്റിയേക്കാൻ പറ്റിയ കാലത്താണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അല്ലാഹ് ഇല്ലല്ലോ. ഇല്ലാതെ കണ്ടങ്ങൾ ഇതാ ബല തോന്നിയാസം. ഇവിടെ പാണക്കാട് തങ്ങളെയും അതുപോലെ കാന്തപുരം ഉസ്താദിനെയും നമ്മളെ ഈ നാട്ടിൽ പോയ താനൂർ കാളിമാരെയൊക്കെ കാഫിറാക്കാൻ അബൂജഹലിനെ പിടിച്ച് മുസ്ലിമാക്കും. ഉസ്സയും മനാത്തയും റബ്ബാണ്, ഖാലിഖാണ് എന്ന വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാരാടോ നിന്നോട് പറഞ്ഞത്? അവരങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. എന്ന് എവിടെയാ നോക്കിയത്? മറിച്ചെന്താ ഉണ്ടായത്? ഇവരൊക്കെ സ്വാലിഹീങ്ങളായിരുന്നു, നല്ലവരായിരുന്നു. ഈ സ്വാലിഹീങ്ങള് അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്നവരാണ്. അതാണ് ചുരുക്കി പറഞ്ഞ അബൂജഹലിന്റെ ആകപ്പാടുള്ള കുഴപ്പം എന്താ അറിയോ? വെള്ളിയാഴ്ച രാവിലെ മംബ്രം സ്വലാത്തിന് പോയതാണ്. അതിനാണ് ഇപ്പൊ ഈ ബദർ യുദ്ധം ഉണ്ടായത്, അതിനാണ് ഇപ്പൊ ഈ ഉഹുദ് ഉണ്ടായത്. നോക്കി നിങ്ങൾ ഇബലെ എവിടുക്ക കൊണ്ടോണ്ടേ ചികിത്സക്ക്? അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ്. അവരൊന്നും ലാത്തി ഉസി മനാത്തി ഇലാഹാണ് ഖാലിഖാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഉണ്ട് ജാഹിലേ, ഓ ജാഹിലായ പുരോഹിത, മക്ക കുഫാറുകൾ അടക്കമുള്ള ദൈവങ്ങളെ ഇലാഹെന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണത് പറഞ്ഞതെന്നറിയുമോ വഹാബികളെ? പരിശുദ്ധ ഖുർആനിലാണ്. അള്ളാന്റെ ഹബീബിന്റെ അടുത്തൊരുക്ക മക്ക കുഫാറുകൾ ചെന്ന് ചില അഡ്ജസ്റ്റ്മെന്റിനും കോംപ്രമൈസിനും ചെല്ലുന്നുണ്ട്. ആ സമയത്ത് അള്ളാന്റെ ഹബീബ് അവരോട് പറയുന്നുണ്ട്, തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്ന് അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പൊ എന്താ മക്ക കുഫാറുകൾക്ക് പറഞ്ഞൂടെ? മക്ക കുഫാറുകളോട് അല്ലാതെ വേറെ ഇലാഹില്ല എന്ന് പറയണമെന്ന് മുത്തുനബി ആവശ്യപ്പെടുമ്പം പറയണീന് എന്താ ഓൽക്ക് പ്രശ്നം? ഓൽക്ക് വേറെ ഇലാഹില്ലല്ലോ വഹാബികളെ. എന്താ ചെങ്ങായിമാരെ നിങ്ങളെ തലന്റെ ഉള്ളില്? ഇനി മാത്രല്ല അള്ളാന്റെ ഖുർആൻ ആ മക്ക കുഫാറുകളെ പറ്റി പറഞ്ഞ എന്താ? ഇന്നഹും ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. അല്ലാഹ് ഒന്നുള്ളൂ എന്ന് പറഞ്ഞ ഇഞ്ചടിച്ച കൊരങ്ങനെ പോലെ വഹാബികൾ അഹങ്കരിച്ചു പോകുക. അല്ല
വലിയ വ്യത്യാസമൊന്നുമില്ല. മക്ക മുശ്രിക്കുകള് ഇഞ്ചടിച്ച കുരങ്ങിനെ പോലെ തിരിഞ്ഞു പോകുകയാണ്. അപ്പൊ ഇത് എന്തിനാ വഹാബികളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറയുമ്പോ അബൂജഹൽ തെറ്റണേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറയുമ്പോ മക്ക കുഫാറുകൾ തെറ്റണെന്തിനാ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലേ? അന്ന് ആ മക്ക കുഫാറുകൾ പറഞ്ഞ മറുപടി ഖുർആൻ എടുത്തുദ്ധരിക്കുകയാണ്. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദാ. അജഅലൽ ഔലിയാ എന്നല്ല പറഞ്ഞേ. ഞങ്ങൾ ഔലിയാക്കളെ ഒഴിവാക്കി മമ്പർത്ത് പോക്കും സി എം മഖാമ് പോക്കൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാന്റെ പള്ളിക്ക് മാത്രം വരണം എന്നാണോ പറയണത്? നാണോ ചോദിച്ചത്? അതാണോ ഈ ആയത്തിന്റെ അർത്ഥം? അതിന് ഞങ്ങളെ കിട്ടൂല. അല്ല ഇലാഹ് അല്ല മാത്രമുള്ളൂ എന്ന് പറയാൻ ഞങ്ങളെ കിട്ടൂല. എന്തേ? ലാത്ത ഞങ്ങൾക്ക് ഇലാഹാൻ, ഉസ്സ ഞങ്ങൾക്ക് ഇലാഹാൻ എന്ന് പച്ചക്ക് മക്കക്കുഫാറുകളുടെ വിശ്വാസം ഖുർആനിൽ പച്ചയായി പരിചയപ്പെടുത്തിയിട്ട് ഉളുപ്പില്ലാതെ അങ്ങാടിയിൽ വന്നിട്ട് വിവരല്ലാത്ത വഹാബി കുഞ്ഞാടുകളുടെ മുമ്പിൽ വിളിച്ചു കൂവാണ് ഈ പടുജാഹിലേ. എന്താ പറയണേ? ഏയ് അങ്ങനെ മക്കക്കുഫാറിനൊരു വിശ്വാസമല്ല. ഇനി എന്തിനാണ് ഈ കുഫാരികളെ നന്നാക്കേണ്ട ആവശ്യമില്ല? പാണക്കാട് തങ്ങൾ എ പി ഉസ്താനും കാഫിറാക്കാനാണ് ഇപ്പൊ ഈ അബൂജഹലിനെ കുപ്പായിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. എന്തൊരു തോന്നിയാസാണ് ഇത് സഹോദരങ്ങളെ. റബ്ബാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എല്ലായിടത്തും പറഞ്ഞിരിക്കണം. ഇജ്ജ് എവിടെയും നോക്കിയിട്ടില്ല. നോക്കിയാൻ കേട്ട തിരിയില്ല. വല്ലവും പഠിച്ചണം. മനസ്സിലായില്ലേ? ആ ജഅലല്ലാലിയത്തെ ഇലാഹം വാഹിദ എന്നത് അതിന്റെ ഒരു ചെറിയ കഷ്ണം തെളിവാണ്. ഇന്നഹും ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അതിന്റെ മറ്റൊരു തെളിവാണ്. ഇങ്ങനെ ധാരാളം തെളിവുണ്ട് സഹോദരങ്ങളെ. അങ്ങനെ വഹാബികൾ ഇത് പറഞ്ഞിട്ട് നമുക്കെതിരെ വഹാബികൾ പിന്നെ ചെയ്യണ പണി എന്താണ്? പച്ചക്കുള്ള ശിർക്കാരോപണമാണ്. പച്ച ശിർക്കാരോപണമാണ്. ഇനി നോക്കിങ്ങള്, ഇപ്പൊ മക്കക്കുഫാറുകൾ എന്താ പറഞ്ഞത്? അള്ളാഹുവിനെ അല്ലാതെ മക്കക്കുഫാറുകളെ പറ്റി മൗലവി എന്താ പറഞ്ഞത്? അല്ല അല്ലാതെ വേറെ ഇലാഹുണ്ട് എന്നുള്ള വിശ്വാസം കുഫാറുകൾക്കില്ല. മറിച്ച് ലാത്ത ഉസ്യൊക്കെ ഔലിയാക്കളാണ്, സ്വാലിഹീങ്ങളാണ് എന്നുള്ള വിശ്വാസമേ ഉള്ളായിരുന്നു. മക്കക്കുഫാറുകളുടെ വിശ്വാസമാണ് നമ്മക്ക് നല്ലേ. എന്നാൽ നേരെ അതിന് വിരുദ്ധം പറയുന്നത് ഇതേ ജിന്നിപ്പെട്ട വേറൊരു മൗലവിയാണ്, ഫൈസൽ മൗലവി. അയാൾ പറയണേ മക്കക്കുഫാറുകൾ പറഞ്ഞത് അല്ലല്ലാതെ ഇലാഹ് ഉണ്ട് എന്നാണ്. എന്നാൽ സമസ്തക്കാര് പറയുന്നത് അല്ലല്ലാതെ ഇലാഹ് ഇല്ല എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ സമസ്തക്കാരായ ആളുകളും പ്രത്യക്ഷത്തിൽ അംഗീകരിക്കുന്ന അതാണ്. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് വെളിവാക്കി പറയുന്നത്. പരോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മളെ കലിബിലുള്ള വിശ്വാസമാണ്. അതിപ്പം കൈക്കോട്ടെടുത്ത് മാന്തി നോക്കിയാൽ കിട്ടുന്ന സംഗതിയല്ല. ഒരു പൊതുവായ കാര്യമാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. അതാണ്. അത് ഞങ്ങൾ പറയുന്ന കാര്യമാണ്. അത് ഞങ്ങളെ വിശ്വാസമാണ്. അത് നിങ്ങൾ ഈ തൊലിച്ചി പുരോഹിതന്മാരെ മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. പക്ഷെ നിങ്ങളെ കെണിയിൽ പാപങ്ങൾ പെടാതെക്കാൻ പറഞ്ഞു കൊടുക്കണം. ആരാധന അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ, പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്ന് സമസ്തക്കാരും പ്രത്യക്ഷത്തിൽ അംഗീകരിക്കുന്നു. അതാണ്. നാവ് കൊണ്ട് മനസ്സുകൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് നമ്മൾ അതാണ് വെളിവാക്കി പറയുന്നത്. ചെയ്തി തിരിച്ചാണെങ്കിൽ അതാണ്. അത് ഇവലെ പറ്റി മറ്റേ മുജാഹിദും പറയുന്നുണ്ട്. ഇവല് വന്നിട്ട് അള്ളാഹ്ക്കെ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവല് ജിന്നിനെ ആരാധിക്കുന്നുണ്ട് എന്നാണ് ഇവലല്ലാത്ത 99% മുജാഹിദും പറയുന്നത്. അത് അക്കൂട്ടത്തേക്കാണ് വരവച്ചാൽ മതി. ചെയ്തികളും അവരുടെ നിലപാടുമൊക്കെ തിരിച്ചാണെങ്കിൽ അതാണ്. നിങ്ങളതും തിരിച്ചാണല്ലോ. അങ്ങനെയാണല്ലോ ഇപ്പൊ മറ്റുള്ളവരൊക്കെ പറയണത്. പറയുമ്പോൾ അവര് പറയും ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രം. നിങ്ങളും പറയുമ്പോ പറയും അള്ളാഹ്ക്കെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. പിന്നെ മരുഭൂമിയിലെത്തി ഞങ്ങൾ ജിന്നിനോടാ പ്രാർത്ഥിക്കുക. ഇതല്ല ഇപ്പൊ മറ്റുള്ളവരൊക്കെ പറയണേ. ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹായി ആരാധനക്കർഹനായി മറ്റാരുമില്ല. അതുകൊണ്ട് ഇബാദത്ത് മുഴുവൻ അള്ളാഹുവിനാണ്, ആരാധന മുഴുവൻ അള്ളാഹുവിനാണ്, പ്രാർത്ഥന മുഴുവൻ അള്ളാഹുവിനാണ് എന്ന് അവരും പ്രത്യക്ഷത്തിൽ സമ്മതിക്കാറുണ്ട്. അതാണ്. അത് സമ്മതിക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളെ ബാധ്യതയാണ്. അത് സമ്മതിക്കുമ്പോഴാണ് മുസ്ലിം ആകുക. അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കാം എന്ന് സമസ്തക്കാർ നേർക്കുനേരെ പറഞ്ഞിരുന്നുവെങ്കിൽ അപ്പൊ നമ്മളും അവൻ തമ്മിലുള്ള ചർച്ചയുടെ റൂട്ട് തീർച്ചയായും മറ്റൊന്നാകുമായി. കറക്റ്റ്. അല്ലാത്തവരെ ആരാധിക്കാം എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മൊയന്ത് മൗലവി മണിക്കൂർ ഇവിടെ വന്നിട്ട് ആയത്തോതിയിട്ട് ശിർക്കും തൗഹീദും പറഞ്ഞില്ലേ, അതൊക്കെ എപ്പോഴാ ഫിറ്റാകുക? അല്ലാത്ത പോലെ ആരാധിക്കാമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം ഈ താനൂരങ്ങാടിയിൽ ഉണ്ടെങ്കിലേ ഓൻ്റെ തൊള്ളിയിലെ കാറ്റ് ചെലവാക്കിയത് മുതലാകുള്ളൂ. അല്ലെങ്കിൽ ആ
ആയത്തൊക്കെ വെറുതെയാണ് എന്ന് മാത്രമല്ല ഖവാരിജുകളിൽ ചെയ്ത തോന്നിയാസാണ്. അതിനെക്കുറിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ, വകാന യറാഹും ശിറാറു ഖൽഖില്ലാ, അള്ളാന്റെ ഭൂമിയിലെ നാശകാരികളാണ് അവരെ. ആ നാശാണ് ഇവിടെ ഉണ്ടാക്കിയത്. അല്ലാഹു അല്ലാത്തവരെയും ആരാധിക്കാം എന്നായിരുന്നു അവിടെ വാദമെങ്കിൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ നിങ്ങൾ ഓതണം, ഇന്നമാ അദൂ റബ്ബി നിങ്ങൾ ഓതണം, അന്നൽ മസാജിദിൽ ഓതണം. അതൊക്കെ ആരോടാ ഓതേണ്ടത്? അല്ലാത്തവരോടും ആരാധിക്കാന്ന് പറയുന്ന ആൾക്കാരോട്. അതേ സമയത്ത് അല്ലാത്തവരോട് ആരാധിക്കാൻ പാടില്ല എന്ന് പറയണോല നമ്മള്. ഇങ്ങോട്ട് എന്തിനാ കൈമാരെ താനൊരു കടപ്പുറത്തൊക്കെ എവിടെയെങ്കിലും ഞങ്ങളെ മമ്പാട്ടുനിന്ന് മണൽ കയറ്റണോലെ നമ്മൾ കുതിരവട്ടത്ത് കൊണ്ടുപോകൂലേ? നമുക്കവിടെ തെളിയിക്കേണ്ടത് പിന്നെ എന്താണ്? അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ എന്നാ തെളിയിക്കേണ്ടത്. സമസ്തക്കാർ അഥവാ പറയുന്നുവെങ്കിൽ എന്ത്, അള്ളാഹിനെ മാത്രമല്ല അല്ലാത്തവരെയും ആരാധിക്കാം, ഇബാദത്ത് ചെയ്യാം എന്ന് സമസ്തക്കാർ പറയുന്നുവെങ്കിൽ നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ടത് അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അത് തെളിയിക്കാനാണ് ഈ ചെങ്ങായി ഇവിടെ ഓതിയ ആയത്തൊക്കെ ഓതേണ്ടത്. ബാലുശ്ശേരി മൗലവി ഇവിടെ എന്തൊക്കെയോ പിരാന്തളകിയ മാതിരി പറഞ്ഞില്ലേ? ആ ഓതിയ ആയത്തൊക്കെ ആരോട് ഓതേണ്ടതാണ്? അല്ലാത്തോലെ ആരാധിക്കാന്ന് പറയണോലോട് ഓതേണ്ടതാണ്. അപ്പൊ മക്കത്തെ മുസ്ലിക്കീങ്ങൾ നബിയോട് പറഞ്ഞ വാചകം അതാണ്, മഹാന്മാരെയും ആരാധിക്കാം, ലാത്തയെയും ആരാധിക്കാം, ഉസ്സയെയും ആരാധിക്കാം. അതാണ് ഇവരൊക്കെ ആരാധിക്കാന്നാ മക്കക്കുഫാർ പറഞ്ഞത്, അതല്ല സുന്നികൾ പറഞ്ഞത്. അല്ല മാത്രമൊന്നുമല്ല ഇലാഹ് എന്നാണ്. അല്ലൊന്നും അല്ല ഇലാഹ്, വേറെ ഇലാഹ് ഉണ്ട് എന്നാണ് മക്കക്കുഫാറുകൾ പറഞ്ഞത് എന്നൊരു മൗലവി. അതേ ജിന്നു മുജാഹിദ്പ്പെട്ട മറ്റേ മൗലവി പറയണേ, മക്കക്കുഫാറുകൾ അല്ലല്ലാതെ ഇലാഹ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഇവരെ രണ്ടാളിയും പാടെ ഒരു കയറ്റുമ്പോ കെട്ടിയിട്ട് ചാക്കിട്ട് മൂടണ്ടേ? അവരവാദം അവിടെയാണ്. അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്ന് തന്നെ നബി തങ്ങൾ അവരെ പഠിപ്പിക്കാൻ. അതാണ് ആ ജയലല്ലാലിയത്തെ ഇലാഹം വായിദ, ബഹുദൈവങ്ങൾ ഒരു ദൈവമെന്ന് പറയുന്നുണ്ടോ? ഞങ്ങളെ കിട്ടൂല. ആ കൗമിനോടാണ് ഫലാത്തദൂ മഅല്ലാഹി അഹദാ എന്ന് അള്ളാന്റെ ഖുർആനിലായത്തോതിയത്. ഓ മുസ്ലിമീങ്ങളെ, അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ചു തന്ന ഒരു തൗഹീദുണ്ട്. ആ തൗഹീദ് വിശ്വസിച്ച മുസ്ലിമീങ്ങൾക്കെതിരെ ശിർക്ക് ആരോപിക്കുന്ന കാഫിറാക്കൽ പ്രസ്ഥാനമാണ് വഹാബികള്. അതിന്റെ പൂർവകാല രൂപമാണ് ഖവാരിജുകള്. അവരെ കുറിച്ച് ഏറ്റവും വലിയ നാശകാരികളെന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സാക്ഷ്യപ്പെടുത്തിയത്. എന്നിട്ട് വഹാബിയാള് എന്താണ് അങ്ങാടിയിൽ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ചൊഴലി എന്ന് പറയുന്ന ഒരു മൗലവിയെ ഇന്ന് മുജാഹിദുകളുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു സത്യസന്ധനുള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ മുജാഹിദുകളുടെ കൂട്ടത്തിൽ ഒരു സത്യസന്ധൻ. ഇവിടെ വന്ന ബാലുശ്ശേരിയും കുറച്ചൊക്കെ ഒരു തൊള്ളപൊളയനായതുകൊണ്ട് ഇച്ചിരിയൊക്കെ സത്യം മൂപ്പരും പറയും. എന്നാൽ ബാക്കി 99% മൗലവിമാരും തൊള്ളോണ്ട് പറയുന്നതല്ല, ഖൽബിൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം മുജാഹിദീങ്ങളോടും ചോദിച്ചു നോക്കി നിങ്ങള്, അല്ല ഈയിപ്പ സുന്നിയാജിയുടെ മകളല്ലേ കെട്ടിയത്, അപ്പോ കാഫിറിന്റെയും മുശ്രിക്കിന്റെയും മകളെ കെട്ടാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഓൻ പറയും, ഞാൻ അതിന് ചക്ക എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പിലാവ് ഉണ്ടാകണ കായ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഓൻ പറയാം. എന്നാൽ സഹോദരന്മാരെ, ചുഴലി പച്ചക്ക് പറയുന്നുണ്ട്, മുസ്ലിമീങ്ങളെ എന്തിനാ വഹാബിയാക്കെതിൽ മറുപടി പറയുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വഹാബികൾ ഒരു നാട്ടിലുണ്ടാക്കുന്ന ഫസാദ് ചെറുതാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വഹാബി ഈ നാട്ടിലെ മുസ്ലിമീങ്ങളുടെ കൽബിലേക്ക് കൊടുക്കുന്ന അപകടകരമായ വിഷം എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? വഹാബികളെ കല്യാണത്തിന് പോകരുത്, അവർ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കരുത്, അവർ ക്ഷണിക്കുന്ന സദസ്സിലേക്ക് പോകരുത്. കുട്ടശ്ശേരിയെ പോലെയുള്ള ഹദീസ് നിഷേധികൾ കുഫറിന്റെ പ്രചാരകരുടെ ഒരു വേഷവികെട്ടലുകൾക്കും ഒത്താശ ചെയ്യാൻ ഈ ഉമ്മത്താതിരിക്കുന്ന ഒരാളും പോകരുത് എന്നൊക്കെ ഈ സമുദായം ആഗ്രഹിക്കുന്നത്, അപേക്ഷിക്കുന്നത്, പറയുന്നത് എന്തിനാന്നറിയങ്ങള്? ഈ മൗലവി പറയുന്നുണ്ടെങ്കില് ഈ നാട്ടിലെ സുന്നിപ്പള്ളിയിലുള്ള മൗലവിമാരൊക്കെ അമ്പലത്തിലെ പൂജാരിന്റെ മാതിരിയാണ്. അമ്പലത്തിലെ പൂജാരിന്റെ മാതിരിയാണ്. ഉളുപ്പില്ലാതെ ആ മൂലയുടെ പിന്നിൽ വന്നിട്ട് ഇവര് നിക്കരിച്ചും ചെയ്യും. അതാണ് അതിൽ വേറൊരു വൈരുദ്ധ്യം. ചൊയലി പറയും നോക്കി നിങ്ങള്, വഹാബികള് കാഫറാക്കുന്നത് മുസ്ലിമിയാണ് മുശ്രിക്കാക്കുന്നത്, നിസ്കരിക്കുന്ന ആളല്ലെന്നോ? ഇല്ല, വല്ലാഹി ഇവര് മുസ്ലിം അല്ല. അതാണ് ഇയാളൊക്കെ ഒരു ലോഡ് കഫാറത്ത് കൊടുക്കേണ്ടി വരും. അജാതി വല്ലാഹിയാ പറഞ്ഞു. നിങ്ങൾ ആലോചിക്കുക, എന്തിനാ ഈ വല്ലാഹി പറഞ്ഞത് അറിയോ? മേപ്പൊരല്ലാത്തവന് പിന്നെ തീപ്പൊരില്ലല്ലോ, ഇവനെന്താ തള്ളയാ, പിന്നല്ലേ വല്ലാഹി. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, ഈ നാട്ടിലെ മുസ്ലിമീങ്ങളൊക്കെ കാഫിറാന്ന് പറയാനാണ് ആ വല്ലാഹി ഇട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അവർ നിസ്കരിക്കും, ഇതാ സല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പോറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, ബക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്താലും ശരി,
ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്, ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. ഇനി ആര് അയാൾ ഒന്നുകൂടി പച്ചക്ക് പറയും, ഇവിടെ പള്ളിയിലൊക്കെ ഉള്ള മൂല്യമാര്. അതുപോലെ നമ്മളൊക്കെ നാട്ടിലെ പല മഹലിലും കാവ്യാണല്ലോ ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി തങ്ങളെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്, ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ പാപ്പ, അള്ളാഹു ആഫിയത്തു ആയുസ്സൊക്കെ എല്ലാവർക്കും കൊടുക്കട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ കറകളഞ്ഞ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ അവർക്കൊക്കെ നമുക്കൊക്കെ അള്ളാഹു ഹിദായത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തരട്ടെ. അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, മൗലവിഞ്ഞു പറയാണ് ഈ കാവ്യമാരും മൂല്യമാരൊക്കെ അമ്പലത്തിലെ പൂജാരിമാരെ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല, തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ശിഹക്കളാണ്. കുത്തുബത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നത് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന പള്ളി കയറി. ഒറ്റ വഹാബിനെ സുന്നി പള്ളിന്റെ ഉള്ളിൽ ചവിട്ടാൻ അയക്കാൻ പാടുണ്ടോ? നിങ്ങൾ പറയും, ഉളുപ്പില്ലാതെ നമ്മളെ കറണ്ട് ബില്ല് ചെലവാക്കാനും പൈപ്പിലെ വെള്ളം ദൂർത്തടിക്കാനും ഈ വഹാബിനെ ഹൗലുങ്കരൊക്കെ കാണാൻ പാടുണ്ടോ? ഇവ അമ്പലത്തിൽ പോയി നിക്കരിച്ചലുണ്ടാ? പൂജാരിന്റെ വേക്കിൽ പോയിട്ട് ജമാഅത്തിന് തുടരാറുണ്ടോ? ഇത്തര തലയും വാലും ഇല്ലാത്ത, വാക്കിന് സ്ഥിരതയില്ലാത്ത കീറച്ചാക്കിനേക്കാൾ ദുർബലമായി മതം പറയുന്ന വിവരദോഷികൾ അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കരുത്. ആ നിസ്കാരം സഹിയാകുകയില്ല തീർച്ച. കാരണം ഇന്നമൽ മുശ്രിക്കൂന നജസ്, അതാണ്. പക്ഷെ മുശ്രിക്ക് നജസാണ്. പാണക്കാട് തങ്ങൾ മുശ്രിക്കാണ്. പക്ഷെ വഹാബിയാക്ക് ഒരു പോസ്റ്റർ പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഈ പാണക്കാട് തങ്ങൾ വേണം. കുട്ടശ്ശേരി മൗലവിന്റെ എന്തെങ്കിലും ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ ഈ തങ്ങൾ വേണം. വഹാബി സമ്മേളനത്തിൽ പാണക്കാട്ടുന്ന ഏതെങ്കിലും ഒരു തങ്ങന്മാരില്ല, ഞാൻ വഹാബിയാക്ക് ഒരു മട്ടം കിട്ടണില്ല. സംഗതിയാണെങ്കിൽ നജസുമാണ്. എന്ത് വിവരക്കേടാണോ ഇത്? എന്ത് വിവരക്കേടാണിത് നിങ്ങൾ ഈ പറയുന്നത്? ഒരു ശരാശരി ഒരു കുപ്പി കുടിച്ചോന് പോലും പിന്നെ ഇത് വിവരക്കേടാന്ന് മനസ്സിലാവൂലേ? ആണ്. കള്ള് ഷാപ്പുന്ന ഒരു കുപ്പി കുടിച്ചിറങ്ങണവന്റെ മുന്നിൽ പോലും ഈ ജാതി മതം വഹാബികൾ പറഞ്ഞ ഓൻ പറയില്ലേ എന്നെ നിങ്ങൾ ഈ പറയണെന്ന്? ഇത്ര വിവരക്കേട് പറയാൻ പാടുണ്ടോ? ഇതാകെ കുലുമാലായി. കാരണം തരങ്ങള് ഇതും പറഞ്ഞ് താനൂരങ്ങാടിക്ക് എത്ര മുജാഹിദിന് ഇറങ്ങാൻ പറ്റും? ബാക്കിന്ന് തോണ്ടൽ വരും. ചങ്ങായി ഇജി കുത്തുബിയത്ത് നടത്തുന്ന മൊല്ലാക്കാർത്ത പോത്ത് വാങ്ങാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഭരിക്കണേ ഞാൻ കണ്ടല്ലോ ചോദിച്ചാലോ ഓ എണ്ണക്കരക്ക് വിട്ടുകൊണ്ട് ചെറിയേറ്റ് പോണ്ടേ? ഇത് നടക്കണ പരിപാടിയാ. അതൊക്കെ ഇനിയിപ്പോ ഇറച്ചി വേണ്ട, കുമ്പളങ്ങ വെജിറ്റേറിയൻ ആക്കാന്ന് വെക്കാം. പക്ഷേ സുന്യാജേര മക്കളെ കെട്ടിക്കൊണ്ടെന്ന് 2 മക്കളായിന്റെ ശബ്ദം മുജാഹിദായത് ഉണ്ടായ മക്കളെ ബാപ്പാരാ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാകണേന്നെത്താ കാട്ടുക? നാട്ടുകാർ മുഴുവൻ പിന്നെ സോഷ്യൽ മീഡിയയിൽ ചൊയലിന്റെ ബാപ്പാനെ പറയലൊടുത്തി. പറയില്ലേ? ബാപ്പാനെ പറയുന്നേക്കാളും തോന്നിയാസല്ല ഇപ്പറഞ്ഞത്. അല്ല മൗലവി, അപ്പങ്ങൾ ജാരസന്ധതിയാണോ ചോദിച്ചാൻ തുടങ്ങി. പണ്ടത്തെ നിക്കാഹില് സുന്നി നിക്കാഹ് നടത്തിക്കാണ്ടുണ്ടായ കുട്ടികളൊക്കെ ഏത് ഗണത്തിൽ കൊടുത്തുനിന്ന് കൂട്ടാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ മറ്റേ മൗലവിമാർ വന്നിട്ട് പറഞ്ഞു, മൂപ്പര് ഞങ്ങളാളല്ലേ. അതാണ് വഹാബികൾ. ഇത് ഏതാന്നറിയില്ല. അൽമനാറിൽ അങ്ങനല്ല ഇല്ലാറിന് ബണ്ണം വെച്ച മൗലവി പിന്നെ അൽമനാറിൽ നമ്മളിതാണ് കാട്ടിക്കൊടുത്തപ്പോൾ അത് ഓരതല്ലേ, നമ്മളത് അറിയില്ലാന്ന് കഴിച്ചില്ലേ? ഇതേപോലെ ഇത് ഈ ചൊയലി, ഈ ജാതി ചൊയലി, ഇയാളൊരു സത്യസന്ധനാണ്. ഈ എളമാൻ കടവറിയില്ല എന്ന് പറഞ്ഞ പോലെ ഈ മൗലവിക്കും ദത്ത മുജാഹിദ് എന്ന് മനസ്സിലായിട്ടില്ല. ഇയാളെന്ത് ചെയ്തു? മനസ്സിലാക്കിയത് അച്ചയിലേക്കാണ് പറഞ്ഞു. അപ്പോത്തിന് പിന്നെ തന്തക്ക് വിളി വരാൻ തുടങ്ങി. നമ്മൾ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുക, അതൊരു ചന്തയല്ല, നമ്മളല്ലാത്തവരും ഉണ്ടാവൂലേ? അപ്പൊ ആരൊക്കെയോ വിളിച്ചാൻ തുടങ്ങി. അപ്പം മറ്റേ അനീഫ മൗലവി വന്നിട്ട് പറഞ്ഞു, ഏയ് ചൊയലി ഞങ്ങളാളല്ല, ഞങ്ങളെ ചന്തയൊന്നും കൂടി അയാളെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളടത്താണ് അനീഫ. മുജാഹിദീന്റെ അംഗമല്ല ചുഴലി അബ്ദുള്ള മൗലവി. അതൊന്നും ഞങ്ങൾക്കറിയില്ല. നിങ്ങളെ വേദിയിലൊക്കെ ഈ തോന്നിയാസം പറയാൻ അയാൾ ഉണ്ടാകലുണ്ട്. കേരള ജമിയത്തുൽ ഉലമയുടെ അംഗമല്ല ചുഴലി അബ്ദുള്ള മൗലവി. അതൊന്നും ഞങ്ങൾക്കറിയില്ല. നിങ്ങളെ പൂർവിക പുരോഹിതന്മാരൊക്കെ പറഞ്ഞ പച്ചയായ വഹാബീസാണ് അയാൾ നിഷ്കളങ്കമായി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ വന്ന ഭാഗം എവിടെയാ ഒരു പ്രസംഗേ നല്ല കോലം. പണ്ടൊരു ചങ്ങായിക്ക് അങ്ങാടിയിൽ നിന്ന് തല്ലിട്ടില്ലേ? കണ്ടെന്നോ തല്ല് കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്താ മട്ടം? ഇവിടെ ഒരു അടി ഇട്ടിട്ടുള്ളൂ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ എൻ്റെ പുറത്തിട്ടുണ്ട് ഞാൻ കണ്ടല്ലോ. അവിടെ ഒന്ന് ഇട്ടിക്കണ, അവൻ്റെ മൂന്നൊക്കെ ഒന്ന് കിട്ടണ, അവിടെയും കിട്ടിക്കണ. അവിടെ കിട്ടാത്തോടല്ല, ഈ കോലത്തിലാണ്. അതെടുത്ത് ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത്? മുജാഹിദുകൾ മാപ്പ് പറയേണ്ടതുണ്ട്. മുജാഹിദുകൾ ഇതാ എല്ലാവരെയും കാഫിറുകളാക്കിയിരിക്കുന്നു, മുശ്രിക്കുകളാക്കിയിരിക്കുന്നു. നിലപാട് വ്യക്തമാക്കണം. നിങ്ങൾ മാപ്പൊന്നും പറയണ്ട, നിലപാട് വ്യക്തമാക്കിയാൽ മതി. ഈ നാട്ടിലെ മൂലയന്മാര് കുത്തുബിയത്ത് നടത്തുന്നുണ്ട്.
താനൂർ പരിസരത്തെ സകല സുന്നിപ്പള്ളിയിലുള്ള ആലിമീങ്ങളൊക്കെ കുത്തുബിയത്ത് ചെല്ലണോലാണ്. അവർ അമ്പലത്തിലെ പൂജാരിയെ പോലെയാണോ? അല്ലേ? ആണ് എന്ന് പറഞ്ഞാലും കുടുങ്ങി. സുലൈമാൻ മൂലയുടെ സോപ്പ് വാങ്ങിയ മാതിരിയാ, വാങ്ങിയോനും കുടുങ്ങി വാങ്ങാത്തവനും കുടുങ്ങി. കാരണം എന്താ? മുശ്രിക്കാണ് എന്ന് പറഞ്ഞാൽ കെട്ടിയ പെണ്ണുങ്ങളെ കൊണ്ടയാക്കേണ്ടി വരും, മക്കൾക്ക് ബാപ്പി ഉണ്ടാവില്ല. അതേ സമയത്ത് മുശ്രിക്കല്ല എന്ന് പറഞ്ഞാലോ പിന്നങ്ങളെ തൗഹീദും ദത്താന്ന് തിരിച്ച് ചോദ്യം വരും. പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ഇന്നൊന്നിലല്ല, എന്നും ഞങ്ങൾ ചോദിക്കുന്നതാണ്. ആലോചിച്ചു നോക്കൂ, എന്താണ് മുജാഹിദ് പ്രസ്ഥാനം നിലപാട് പറയണം എന്ന് ഈ ആളുകൾ ആവശ്യപ്പെടാൻ കാരണം? അതോ ഞങ്ങൾ ശിർക്ക് ചെയ്യണോലാണ് എന്ന് പറയുന്നുണ്ട്. അതിനെ നിഷ്കളങ്കമായി തുറന്നു പറഞ്ഞതാണ് ചൊയലി. അമ്പലത്തിലെ പൂജാരിനെ പോലെയാണ് താനൂരങ്ങാടിയിലെ സുന്നി മൂല്യര്. അവർക്ക് തന്നെ അറിയാം ഇദ്ദേഹം പറഞ്ഞതല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. അത് നോണ. അയാള് പറഞ്ഞതാണ് മുജാഹിദ് പ്രസ്ഥാനം. അയാളാണ് ഒറിജിനൽ മുജാഹിദ്, കറകളഞ്ഞ മുജാഹിദ് അയാളാണ്. സത്യസന്ധനായ ചൊയലെ വിചാരിച്ച് നമ്മൾ മാണ്ടാത്തരം പറയാനൊന്നും പറ്റൂല, ഉള്ളതേ പറയാൻ പറ്റുള്ളൂ. 100% കറകളഞ്ഞ മുജാഹിദ് ചൊയലിയാണ്. ഇയാൾ വ്യാജനാണ്. ഈ ചൊയലി 100% വഹാബിയാണ്. ഈ മൗലവി വ്യാജനാണ്. എന്തുകൊണ്ട്? ചൊയലി പറഞ്ഞതാണ് മുജാഹിദ് തൗഹീദ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വന്ന സ്ഖലിതമാണ്. അപ്പൊ കുത്തുബിയത്ത് ശിർക്കാന്ന് പറയുന്നത് സ്ഖലിത. ശിർക്ക് ചെയ്യണോന് അറബിയിൽ മുശ്രിക്ക് എന്ന് പറയുന്നത് സ്ഖലിത. ആരെയാടോ നിങ്ങൾ ഈ പൊട്ടന്മാരാക്കണത്? ഇങ്ങളെപ്പോലെ ഇവരൊക്കെ കോഴി തിന്നണത് നിങ്ങൾ മനസ്സിലാക്കിയോ? ഞങ്ങളൊക്കെ കോയിന്നും നിങ്ങൾ തിന്നണ കോയിന്നതൊന്നുമില്ല. ഇങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ വരുന്നുണ്ട്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു. അപ്പൊ നോക്കിങ്ങള്, കുത്തുബിയത്ത് ശിർക്കാന്ന് പറയുന്നത് ശരിയല്ലോലോ. ശിർക്ക് ചെയ്യണോനെ അറബിയിൽ മുശ്രിക്ക് എന്ന് പറയുന്നത് സത്യല്ലോലോ. സംഭവിച്ച ഒരു അബദ്ധമാണ്. അപ്പൊ കുത്തുബിയത്ത് ശിർക്കാന്ന് പറയുന്നത് അബദ്ധാട്ടോ. ശിർക്ക് ചെയ്യണോനെ അറബിയിൽ മുശ്രിക്ക് എന്ന് പറയുന്നത് പെരു അബദ്ധാണ്. ഇതൊക്കെ പറഞ്ഞ മൗലവിമാർക്ക് പിന്നെ ശിർക്കാണ് എന്ന് പറയാൻ വലിയ സ്റ്റേജും കസാലയും കൊടുക്കണില്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ. ഓല ആവറേജ് ബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി നിങ്ങൾ ആലോചിക്കും, മൗലവി പറയാ ഇതൊരു ചൊയലിമ തീർന്ന വിഷയാന്ന്. അപ്പൊ മൗലവി മനസ്സിലാക്കിയത്, ഓ മുജാഹിദുകളെ, മഹാനായ അസം മുസ്ലിയാർ മരണാസന്നമായി കിടക്കുമ്പോൾ അസം മുസ്ലിയാർക്ക് കത്തെഴുതിയ ഒരു പുരോഹിതനുണ്ട് നിങ്ങളെ കൂട്ടത്തിൽ. വെളിയങ്കോട്ടുകാരനായ ഉമർ മൗലവിയാണ്. അയാൾ പറഞ്ഞത് അസ്ലിം തസ്ലം, അസം മുസ്ലിയാരെ മുജാഹിദായിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾ കാഫിറായി മരിക്കാട്. മരണാസന്ന സമയത്ത് നിങ്ങൾ എഴുതിയ ആ വെളിയങ്കോട്ടമ്പർ മൗലവി എഴുതിയ പച്ച തോന്നിയാസണ്ടേ, എന്താണ്? യാ റസൂലല്ലാഹ് എന്നൊരു വട്ടം വിളിച്ച 1000 വട്ടം കാഫിർ. അങ്ങനെ ഡിസ്കൗണ്ട് അടക്ക കുഫർ. അങ്ങനെ 1000 വട്ടം വിളിച്ച 10000 വട്ടം കാഫിറ്. ഇങ്ങനെ ഡിസ്കൗണ്ട് ആയിട്ട് വെച്ചിട്ട് ഡിസ്കൗണ്ട് കൊടുത്തിട്ടും കമ്മീഷൻ കൊടുത്തിട്ടും മുശ്രിക്കാക്കണ പരിപാടി. കാന്തപുര ബോക്കർ മുസ്ലിയാരും EK ബോക്കർ മുസ്ലിയാരും KV കുട്ടനാട് ഒന്നുണ്ടല്ലോ, അവർക്ക് വഴിപ്പെട്ടാൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് പച്ചമലയാളത്തിൽ എഴുതി വെച്ചിട്ടില്ലേ പുരോഹിത? നിങ്ങൾ എന്ത് മനസ്സിലാക്കിയേ? ജനങ്ങളെ മുന്നിൽ വന്നിട്ട് ഇതൊക്കെ പൊട്ടീസാക്കിയാലേ ഇതൊക്കെ വിഴുങ്ങാൻ നാട്ടിലുള്ള എല്ലാരും വഹാബികളാന്ന് കരുതിയോ നിങ്ങളെ? ഇനിയോ ഇതിന് ഒരവസ്ഥയുണ്ട്. ഇനി പച്ചക്ക് പറയണം. ഏത്? ഇവരുടെ നേതാവുണ്ട് TP അബ്ദുൽ കോയ മദനി. ഇനി അയാൾ KNM എന്നിട്ട് പേര് പറയോ അറിയില്ല. TP പറയണേ ഖുർആൻ പരിചയപ്പെടുത്തിയൊരു ഒരു മുശ്രിക്കുണ്ട്, അത് മക്ക കുഫാറുകളാണ്. എന്നാൽ അതുക്കും മേലെ ഒരു കാഫിറുണ്ട്, അതാരാന്ന് മൂപ്പര് പറഞ്ഞു തരും. മക്കായിലെ മുശ്രിക്കുകൾ അടക്കം അവരാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ ശിർക്കിനെ ഖുർആനിലൂടെ നമുക്ക് കാണിച്ചു തന്നത്, നമുക്ക് വിവരിച്ചു തന്നത്. അതാണ്. അതുക്കും മേലെ ഞുബല് കണ്ടെത്തിയ ഒരു മുശ്രിക്കുണ്ട്. അവരടക്കം അപായപ്പെടുമ്പോൾ, അപകടപ്പെടുമ്പോൾ അള്ളാഹുവിനെയായിരുന്നു അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. ഖുർആൻ പറഞ്ഞതോ ലക്കും ദീനുക്കും വലിയ ദീൻ, ഓല ദൈവം അള്ളിയും തമ്മിലൊരു വ്യത്യാസമല്ല എന്ന് പറയും നബിയെന്നാ. എന്നാൽ ഇന്ന് നമ്മെ അങ്ങ് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന
അല്പന്മാർ. അതാരാ? സുന്നത്തിയമായത്തിന്റെ ആൾക്കാർ. ഇതെന്തെങ്ങനെ പറയാനുള്ള കാരണം എന്നറിയങ്ങള്? ഇതിങ്ങനെ പറയാനുള്ള കാരണം വഹാബികൾ കോഴിക്കോട് സമ്മേളനം വെച്ചപ്പോൾ പാണക്കാട് തങ്ങന്മാരെ വിളിച്ചു. ഇവിടുത്തെ ആലിമീങ്ങളൊക്കെ പറഞ്ഞു പോകരുത്, തങ്ങന്മാർ പോയില്ല. അതിന്റെ ഈർഷ്യതയാണ് തങ്ങന്മാരെ അല്പന്മാരെന്നൊക്കെ വിളിച്ചത്. ആ ആളുകൾ അതിനേക്കാൾ വലിയ ഷിർക്കാണ് ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് മക്കക്കുഫാറിനേക്കാളും വലിയ കാഫിർ നമ്മളാന്നാ വഹാബികൾ എഴുതുന്നത്. ചൊയലിമ തീരൂല വഹാബികള്. ചൊഴലി നിഷ്കളങ്കനാണ്, സത്യസന്ധനായ വഹാബിയാണ്. അയാളുള്ളത് പോലെ പറഞ്ഞതാണ്. ഇനി ഈ മുശ്രിക്കാക്കണീനൊരു പ്രത്യേകത ഉണ്ട്. എന്താ നിങ്ങളെ? അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരാള് ശിർക്കില്ല. അള്ളാഹിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ഉമ്മത്തിൽ സമുദായം മൊത്തത്തിൽ മുശ്രിക്കായി പോകുന്നത് ഞാൻ പേടിക്കുന്നില്ല. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത, അതുപോലെയുള്ള ആളുകൾ പ്രവാചകന്മാരുടെ അസാന്നിധ്യത്തിൽ പൂർണ്ണമായി ശിർക്കിലേക്ക് പോയതുപോലെ ഈ ഉമ്മത്ത് ശിർക്കിൽ പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. പിന്നെ അള്ളാന്റെ റസൂല് പറയാണ്, ഞാൻ ഒരു ചങ്ങായിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്, ഞാൻ ഒരാളെയാണ് ഭയപ്പെടുന്നത്. അവന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നമാ തഖവ്വഫു അലൈക്കും റജുല, ഞാൻ ഒരാളെ ഭയപ്പെടുന്നുണ്ട്. അവൻ ഖുർആൻ ഇങ്ങനെ ധാരാളം ഓതി അവസാനം കൈവിട്ടു പോവുകയാണ്. അങ്ങനെ പോയിട്ട് പിന്നെ അവൻ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? വസഅല ജാരിഹി ബിസൈഫ്, അയൽവാസിക്കെതിരെ അവൻ ആയുധമെടുക്കുകയാണ്. അയൽവാസിക്കെതിരെ ആയുധമെടുക്കുന്നത് എന്തിനാ? അയൽവാസി ശിർക്ക് ചെയ്ത് ഇസ്ലാമെന്ന് പുറത്തുപോയ മുർത്തദ്ദാണ്, ഓനെ കൊല്ലണം എന്ന് പറഞ്ഞു കാണ്ടാൻ. ഇതാരാ? വഹാബികളാണ്. അങ്ങനെ പറയുമോല്ലേ? നമ്മളെ നാട്ടിലെ വഹാബികളൊന്നും ഇതുവരെ നമ്മളെ കണ്ണുക്കൊന്ന് തുറച്ചു നോക്കിയിട്ടും കൂടി ഇല്ലല്ലോ എന്ന് കരുതും ചില സാധുക്കൾ. അത് ശരിയാ. അതെന്താ വെച്ചാൽ വരവും ചെലവും ഒക്കെ ആയിട്ടാണ്. എന്നാൽ കൊല്ലണം എന്ന് വഹാബികൾ എഴുതിയിട്ടുണ്ട്. അൽമനാറിൽ അരീക്കോട്ടുകാരൻ ഇബ്രാഹിം മാസ്റ്റർ നേർച്ച എന്ന തലവാചകം കൊടുത്ത് എഴുതി വെക്കാണ്, മഖബറിൽ പോണ മുസ്ലിമീങ്ങളെ കൊല്ലൽ നിർബന്ധാണ്. ഇവിടെ അത് നടക്കാത്തത് കൊണ്ട് അപ്പണിക്കാണ് മുജാഹിദ് എന്ന് കുറച്ച് ചെറുപ്പക്കാർ സിറിയയിൽ പോയത്. കാരണം IS തീവ്രവാദികൾ കൊല്ലുന്നത് ജൂതനെയല്ല, അമേരിക്കക്കാരനെയല്ല, അവിടെ ജാറത്തിലേക്ക് പോകുന്ന മുസ്ലിമിനെയാണ്. ആ ആശയം ഇവിടുന്ന് മൗലൈമാര് പറയുന്നത് കേട്ട് അതിൽ തരിപ്പ് കയറിയിട്ട് ആ ഏർപ്പാടിനാണ് ഇവിടുന്ന് പോയത്തക്കാര് സിറിയയിലേക്ക് പോയത്. സഹോദരങ്ങളെ, ഇനി നിങ്ങൾ നോക്കുക, ആ ശിർക്കിന്റെ അപകടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ ഒരു വിഭാഗത്തെ ഞാൻ പേടിക്കുകയാണ്. വറമാഹു ബിശ്ശിർക്ക്, ശിർക്കാരോപകർ. അപ്പൊ സ്വഹാബ ചോദിച്ചു, യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയ്യുഹുമാ ഔലാ ബിശ്ശിർക്ക്, എന്നാ പിന്നെ അതിൽ ആരാ ശരിക്കും ഷിർക്കിന്റെ ആൾക്കാരാകുക? ആരോപിച്ച ആളാണോ? ആരോപിച്ച വഹാബികളാണോ? ആരോപിക്കപ്പെട്ട സുന്നിയാളാണോ? സാദിഖുൽ മസ്തൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താ പറയുന്നത്? ബലിറാമി, ആരോപകരാണ് ഷിർക്ക് അനുഭവിക്കേണ്ടി വരിക. ഈമാനുള്ള മുസ്ലിമീങ്ങൾക്കെതിരെ ഷിർക്ക് ആരോപിച്ചാൽ ആരോപകരിലേക്ക് അത് തിരിച്ചു വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇപ്പൊ കേരളത്തിൽ അതല്ലേ കാണുന്നത്? നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തോ ഒരു രസ. ഇപ്പൊ ഇവിടെ അമ്മക്ക് തൗഹീദ് പഠിപ്പിക്കാൻ വന്ന മുജാഹിദ് ഉണ്ടല്ലോ, ആ മുജാഹിദിനെ ഒരൊറ്റ മുജാഹിദും മുശ്രിക്കല്ലാതെ മുസ്ലിം എന്ന് വിശ്വസിക്കണില്ല. അതാ രസം. അപ്പൊ പിന്നെ വഹാബികൾ ഇപ്പൊ ഈ ജിന്നു മുജാഹിദിന്റെ അവസ്ഥ എന്താ അറിയോ? കഴിഞ്ഞ 80-ലേറെ കൊല്ലക്കാലം മുസ്ലിം മുഖ്യധാരക്കെതിരെ ഷിർക്ക് ആരോപിച്ചപ്പോ തെറ്റിദ്ധരിക്കപ്പെട്ട് മുസ്ലിമീങ്ങൾ വഹാബികളുടെ ചതിയിൽപ്പെടാതിരിക്കാൻ ഉമ്മത്തിനോട് നമ്മൾ പറഞ്ഞില്ലേ, ഉമ്മത്ത് അങ്ങനെ മുശ്രിക്കാവൂല, ഷിർക്കില്ലാത്ത മുസ്ലിമീങ്ങൾക്കെതിരെ ഷിർക്ക് ആരോപിക്കരുത്. ഇതൊക്കെ 80 കൊല്ലം വഹാബിയാക്ക് നമ്മൾ വഅ്ള് പറഞ്ഞു കൊടുത്തതാണ്. എന്നാൽ അന്ന് നമ്മളെ ഷിർക്കാക്കാൻ ഓടി നടന്ന 10-40-ലേറെ വരുന്ന വഹാബി പുരോഹിതന്മാരും ഇന്നത്തെ കുഞ്ഞാടുകളും കടന്ന് പടക്കാം. എന്താ കാരണം? 99% മുജാഹിദുകളും ഈ ജിന്നും, എല്ലാ മുജാഹിദും നമുക്കെതിരെ ഷിർക്ക് ആരോപിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യം അങ്ങനെ ഉണ്ടല്ലോ, ഫല്ലവൽ, ഏറ്റവും ഡോസ് കൂടിയതിനെതിരെ ആദ്യം ഷിർക്ക് ആരോപണം വരികയാണ് നമ്മളെ ഭാഗത്ത് നിന്നല്ല. എന്നിട്ട് പണ്ട് നമ്മൾ എങ്ങനെ വഹാബികളുടെ ഷിർക്കാരോപണത്തെ പ്രതിരോധിച്ചോ അതിന്റെ സമാനമായ മറ്റു ശൈലി ഉപയോഗിച്ച് ഒരു വഹാബി പുരോഹിതൻ പറയാണ്, രണ്ട് വണ്ടി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു വണ്ടി അടിച്ചിറങ്ങി.
അപ്പൊ എടിഞ്ഞിറങ്ങിയ വണ്ടിയിലുള്ളവർ എന്ത് ചെയ്യാണ്? മര്യാദക്ക് പോണ വണ്ടിക്ക് നോക്കിയിട്ട് പറയാണ്, കണ്ടോ ആ വണ്ടി എടിഞ്ഞിറങ്ങിയില്ലേ. ഇതുപോലെയാണ് ഇപ്പോ ഈ ജിന്ന് മുജാഹിദിനെതിരെ മറ്റേ മുജാഹിദുകളെ ശിർക്ക് ആരോപിക്കണത് എന്നാ ചങ്ങായി പറയണേ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. സാധാരണയായിക്കൊണ്ട് രണ്ട് വണ്ടികൾ ഒരു റൂട്ടിൽ ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ഒരു വണ്ടി ഇടച്ചിറങ്ങി തെറ്റായ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ വണ്ടിയിലുള്ള ആളുകൾ പറയുന്ന ഓർക്ക് വഴി തെറ്റിയിട്ടുണ്ട്, ഓലെടുക്കോ പോണതാ. അതാണോ 21 വരെ ഹിജറ 5 മുതൽ ആരംഭിച്ച മുസ്ലിം മുഖ്യധാര എന്ന വണ്ടി മര്യാദയ്ക്ക് സിറാത്തുൽ മുസ്തഖീമിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഈജിപ്തിൽ നിന്നും നജിദിൽ നിന്നും നിങ്ങൾ കടത്തിക്കൊണ്ടുവന്ന യുക്തിവാദവും തീവ്രവാദവും കൂട്ടിക്കൊയച്ചേ മര്യാദയ്ക്ക് ഓട്ടാൻ പറ്റാത്തൊരു വണ്ടി എടിച്ചിറങ്ങിയിട്ട് അവിടെ വന്നിട്ട് നിങ്ങൾ വിളിച്ചു പറഞ്ഞു അപ്പോണ വണ്ടിയിൽ ശിർക്കാണ്. അങ്ങനെ പറഞ്ഞപ്പോഴോ ബലിറാമി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ ആരോപകരിലേക്ക് അത് തിരിച്ചു വരികയാണ്. യഥാർത്ഥത്തിൽ വഴിതെറ്റിയവർ ഇടച്ചിറങ്ങിയവർക്കാണ്. അതാണ് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന കള്ളനാണയാണ് വഴിതെറ്റിയത്. നജിദ് ഇറക്കുമതി ചെയ്ത വഹാബി തീവ്രവാദാണ് വഴിതെറ്റിയത്, സുന്നത്തിയമായതല്ല. ഇതിൽ നേരായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ മുശ്രിക്കുകളെന്നും ബഹുദൈവ വിശ്വാസികളെന്നും വിളിക്കുകയും ഈ കൊച്ചിയുടെ മണ്ണിൽ തൗഹീദിന്റെ വിപ്ലവം തീർത്ത മഹാനായ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്ത് സലഫി പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെട്ട മഹാനായ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിയുടെ ഫതാവി 2-ാം വാള്യത്തിൽ കമാ ഖാല അല്ലാമ ഉമർ അഹ്മദ് അൽ മലീബാരി എന്ന് പറഞ്ഞ് ഉമർ മൗലവി അല്ലാമ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. വലിയ കോളായി. അതായത് കേരളത്തിലൊരു പോയത്തക്കാരൻ മൗലവി അറബ് നാട്ടിലെ വേറൊരു പോയത്ത മൗലവി ഉഷാറാന്ന് പറഞ്ഞിക്കണ്. അത്രേ ഉള്ളൂ. ഇപ്പൊ അതിന്റെ അപ്പുറത്തൊന്നും ഇപ്പൊ നിങ്ങൾ ആലോചിച്ചടങ്ങാറാണ്ട. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ആ ഉമർ മൗലവിക്ക് തൗഹീദിൽ അബദ്ധം സംഭവിച്ചു എന്നാണ് ഇപ്പോൾ KNM പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് പറഞ്ഞ എന്തറിയോ? ഹബീബായ തങ്ങളെ ജാറത്തിങ്ങ പോയിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ അല്ലാഹുമ്മ ഇന്നി തവജ്ജഹതു ഇലൈക ഇന്നി തവജ്ജഹതു ബിക യാ റസൂലല്ലാഹ്. നബിയേ, അങ്ങ് മുഖേന അള്ളാഹിനോട് ഞാൻ ദ്വാരക്കണേ, അത് സ്വീകരിക്കാൻ അങ്ങൊന്ന് ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് ഇർത്തഖബത്തുവിന്റെ ആശയം ചെയ്യാൻ പഠിപ്പിച്ച ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞെന്ന് ശിർക്കാന്ന് പറഞ്ഞ ചരക്കുകളങ്ങളെ. എന്നിട്ട് ഇപ്പൊ ഉമർ മൗലവി മുശ്രിക്കാന്ന് എന്തൊരു പടക്കല്. ഈ ഉമർ മൗലവി വഹാബീസ് ഉണ്ടാക്കിയത് ഉസ്താദ് മുശ്രിക്കാന്ന് പറഞ്ഞിട്ടാ, ബാപ്പ മുശ്രിക്കാന്ന് പറഞ്ഞിട്ടാ. പിന്നെ ഇയാളെ കേൾക്കാതെക്കാൻ പാടുണ്ടോ? ഈ കൊച്ചിയിലുള്ള മുജാഹിദുകളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് ഞാൻ ഈ നാട്ടിലെ മുഴുവൻ വഹാബികളോടും ചോദിക്കുന്നു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തൊക്കെ പോയി യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ, അള്ളാന്റെ ഹബീബിനെ തവസ്സുലാക്കിയാൽ, അവിടത്തോട് ഇസ്തിഗാസ നടത്തിയാൽ, അത് ചെയ്യണമെന്ന് പഠിപ്പിച്ച ഇമാം നബവിയും ഇമാം ജീലാനി തങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കെ അത് ശിർക്കാന്ന് പറഞ്ഞാൽ നബി ഇമാമിനെ വിട്ടിട്ട് ഈ മൗലവിമാരെ പിടിക്കാൻ നിങ്ങൾ റെഡിയാകുമോ മുജാഹിദേ? എങ്കിലും നിങ്ങൾക്ക് പരലോക വിശ്വാസമല്ല. മഹാനായ ഉമർ മൗലവി കേരളത്തിൽ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ത്യാഗം സഹിച്ചു എന്നുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകം വായിച്ചാൽ മനസ്സിലായി. ജീവിക്കാൻ മറന്ന് ഇസ്ലാം ദഅവത്ത് നടത്തിയ മഹാനാണ്. കുറഞ്ഞ പ്രായത്തിൽ തന്റെ പ്രായത്തിനേക്കാൾ അധികം ഇസ്ലാമിക ഗ്രന്ഥരചന നടത്തിയ മഹാനാണ് ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു. അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞ് മുത്തുനബിന്റെ ജാറത്തിങ്ങ പോയിട്ട് യാ റസൂലുള്ള പറയാൻ. ആ ഉമർ മൗലവിക്ക് തൗഹീദിൽ പിഴച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തൗഹീദ് പിഴച്ചു എന്ന് പറയുന്നവരാണ് യഥാർത്ഥ മുജാഹിദുകൾ. ഉമർ മൗലവിക്ക് തെറ്റിയിട്ടില്ല. അതാണ് ഞങ്ങൾ നേവി ഇമാമിന് തെറ്റിയിട്ടില്ല എന്ന് പറയും. ഞങ്ങള് റസൂലുള്ളാന്റെ ജാറത്തിങ്ങ പോയിട്ട് പിന്നെ ഹബീബ് തങ്ങളെ വിളിച്ചു തേടിയ എഴുത്തുബിക്കഥ പഠിപ്പിച്ച ഇബ്നു കസീർ പറഞ്ഞത് തെറ്റല്ല എന്ന് ഞങ്ങൾ പറയും. റസൂലുള്ളാന്റെ ജാറത്തിങ്ങ പോണെന്ന് പറഞ്ഞ ഇമാം ജീലാനി തങ്ങൾ പറഞ്ഞത് തെറ്റല്ല നിങ്ങൾ പറയും. ഞങ്ങൾ പറയും കുറ്റുറപ്പുള്ള തേക്കാ ഞങ്ങൾ പിടിച്ചത്. നിങ്ങൾ ഈ കർമൂസത്തണ്ട് എടുത്തിട്ട് പറയാ ഇത് തേക്കാൻ അത് വിഴുങ്ങാനേ നിങ്ങളെപ്പോലത്തെ കുറച്ച് മന്ദബുദ്ധികളെ നോക്കിയാൽ മതി. അതിനർത്ഥം അദ്ദേഹം ഒരു മഅസൂമാണെന്നല്ല, അതല്ല. പക്ഷെ എന്നാലും തൗഹീദ് പഴിച്ചിട്ടില്ല. മറിച്ച് തൗഹീദിന്റെ വിഷയത്തിൽ ഉമർ മൗലവിക്ക് ഒരു അബദ്ധവും സംഭവിച്ചിട്ടില്ല എന്ന്
100ക്ക് 101 തവണ പറയാൻ ഓരോ മുജാഹിദിനും സാധിക്കും. എന്നാലേ ഓരോ സുന്നിക്കും നേവി ഇമാമിന്റെ തൗഹീദ് പഴിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയും. ഓരോ സുന്നിക്കും ജീലാനി തങ്ങളെ തൗഹീദ് പഴിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയോ? ഹബീബായ തങ്ങൾക്ക് അവിടുത്തെ ജന്മത്തിൽ സന്തോഷിച്ച കാരണത്താൽ അബൂലഹബിന് നരകത്തിൽ തിങ്കളാഴ്ച പ്രത്യേക ഇളവ് കൊടുക്കുമെന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ പഴിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കും. നിങ്ങൾ ഈ ഉമർ മൗലവി എന്ന ഉണക്ക മൗലവിനെ തഖ്ലീദ് ചെയ്യാണ്, ഞങ്ങൾ ഇമാം നബവിയെ ഫോളോ ചെയ്യാണ്. കണിശമായ തൗഹീദിന്റെ വക്താവായിരുന്നു അദ്ദേഹം. എന്നാൽ ഇന്ന് കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ പക്ഷത്തുള്ള ഒരു പ്രമുഖനായ വ്യക്തി, അദ്ദേഹത്തിന്റെ സംസാരം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹം പറയുന്നത് ഉമർ മൗലവിക്കൊക്കെ തൗഹീദിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അയാൾക്ക് തൗഹീദ് അയാൾ കണ്ടിട്ടെന്നല്ല, പിന്നല്ല അബദ്ധം. കേട്ടോളൂ. ഉമർ മൗലവിക്ക് തൗഹീദ് മനസ്സിലായി നോക്കിയാൽ നമ്മൾ നിങ്ങൾ ഞാൻ തൗഹീദീകരിച്ച് അല്ല, അങ്ങനല്ല. ഇബ്നു കസീറിന് തൗഹീദ് തിരിഞ്ഞില്ലേ? ഉമർ മൗലവിക്ക് തൗഹീദ് തിരിഞ്ഞിട്ടില്ലേ എന്നാണ് ഈ ജിന്ന് മറ്റവനോട് ചോദിക്കണേ. നമ്മളെന്താ ചോദിക്കല്? ഇമാം ബുഖാരിക്ക് ഹദീസ് തിരിഞ്ഞിട്ടില്ലേ എന്നാണ്. നമ്മളെന്താ ചോദിക്കല്? ഇമാം നബവിക്ക് തൗഹീദ് തിരിഞ്ഞിട്ടില്ലേ എന്നാണ്. ഇവര് ചോദിക്കണേ ഉമർ മൗലവിക്ക്. ഉമർ മൗലവി എന്നപ്പടെ ഈ മലപ്പുറത്ത് എവിടെയോ ജനിച്ചൊരു കാക്കിയ മനുഷ്യന്മാരെ, അത് വലിയ കോത്താമ്പിയാണെന്നൊന്നും നിങ്ങൾ കരുതണ്ട. ഇമാം നബവിന്റെ കാലിന്റെ ചെരുപ്പിന്റെ മണ്ണാകാനുള്ള യോഗ്യതയില്ലാത്തൊരു സാധനം. അതാണ് ഇബ്നു കസീറിന് തൗഹീദ് തിരിഞ്ഞിട്ടില്ലേ എന്നുള്ള ചോദ്യം കേട്ടങ്ങള്. എന്താണ് ആ ചോദ്യം ചോദിക്കാനുള്ള കാരണം? ഇബ്നു കസീർ ഒരു ആയത്തിന് തഫ്സീർ എഴുതുകയാണ്. വലോ അന്നഹും യളമു അൻഫുസഹും ജാഊക, തെറ്റ് ചെയ്ത ആൾക്കാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് വരണമെന്ന ആയത്ത് എടുത്തു വെച്ചിട്ട് അതിന് ഇബ്നു കസീർ കൊടുക്കുന്ന തഫ്സീർ എന്താ? യുർഷിദു തആല അൽ ഉസാത വൽ മുദ്നിബീന അൻ യഅതു ഇലർ റസൂൽ. തെറ്റ് ആളുകളോട് മുത്തുനബിന്റെ അടുത്ത് വരാനാ അള്ളാഹ് ഈ ആയത്തിൽ പറയണത് എന്നാണ്. ഇത് ഇബ്നു കസീർ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം പറയണത്. അപ്പൊ ജാർത്തിങ്ങ വരണം തന്നെയാണ് ഇബ്നു കസീർ പറഞ്ഞത്. എന്നിട്ട് പിന്നെ ഇബ്നു കസീർ കൊണ്ടുവരുന്ന സംഭവം മുഅ്തബിയാണ്. റസൂലുള്ളാഹിന്റെ ജാർത്തിങ്ങ വന്നിട്ട് മഗ്ഫിറത്ത് തേടി അള്ളാഹിനോടും റെക്കമെൻഡ് തേടി മുത്തുനബിയോടും സഹായം തേടിയ അള്ളാഹിനോട് ദ്വാരുന്ന സംഭവമാണ്. അപ്പൊ ഉമർ ഈ ഇബ്നു കസീർ എഴുതിയതൊക്കെ ശിർക്കാണ് എന്ന് പറയുമ്പോൾ പുതുമല്ലാത്ത നമ്മക്ക് എന്താ ഉമർ മൗലവീന മറ്റേയാള് ചോദിക്കണത്? സഹോദരങ്ങളെ, ഇതാണ് ഇവർ പഠിപ്പിക്കുന്ന തൗഹീദും ശിർക്കും. ഇത് അബദ്ധമാണ്, ഇത് വിവരക്കേടാണ്. വിവരമുള്ളവരുടെ പിറകിൽ നിന്ന് നമ്മളെ വലിച്ചു കൊണ്ടുപോണ പരിപാടിയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. എന്താണ് അള്ളാഹിന്റെ ഖുർആൻ നമ്മളോട് പറയുന്നത്? ഈ ഉമ്മത്തിൽ ചില കള്ളനാണയങ്ങൾ വരാനുണ്ട്. എന്താണ് അവരുടെ സ്വഭാവം? അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹിന്റെ ഖുർആൻ പറയാണ്. എന്ത്? ഈ ഉമ്മത്തിൽ ചില ആളുകളുണ്ട്, അവരുടെ സ്വഭാവം എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ. നബി സല്ലല്ലാഹു അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള മനുഷ്യന്മാരെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ. ഈ സമൂഹത്തിലെ ചില പൗരോഹിത്യമുണ്ട്. അവർ ഓരോ കാലത്ത് അവർക്ക് അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളും സാമ്പത്തിക പുരോഗതിയും ലക്ഷ്യപ്പെട്ടുകൊണ്ട് മതം വക്രീകരിക്കും. എന്നിട്ട് ജനങ്ങളുടെ മുതൽ തിന്നും. അങ്ങനെ ഒരു കൗമുണ്ട്. ഇത് അള്ളാഹ് പറഞ്ഞത് എത്ര ശരിയാണ് നമ്മളെ നാട്ടിലെ വിധേയ കക്ഷികളില്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, റമദാനൊക്കെ വരാൻ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ടും അല്ലാത്ത സക്കാത്തുകളുമായി ബന്ധപ്പെട്ടൊക്കെ വഹാബികളും മൗദൂദികളും ചെയ്തുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങൾ എത്രയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ സംഘടനയുടെ ലേബലിൽ നടത്തുന്ന അധിക ഏർപ്പാടുകളും സമുദായത്തിലെ സമ്പന്നരുടെ പണം എടുത്ത് പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റാൻ അടുക്കളയിൽ എത്തിച്ചു കൊടുക്കാൻ അള്ളാഹ് പറഞ്ഞ സമ്പത്ത് അതെടുത്തുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തുകയാണ്, അതെടുത്തുകൊണ്ട് ചാനൽ നടത്തുകയാണ്, അതെടുത്തുകൊണ്ട് മാധ്യമ പ്രവർത്തനം നടത്തുകയാണ്. ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക രേഖകളിലുള്ളതാണ്. എത്രമാത്രം നിങ്ങൾ നോക്കി. ഇതൊക്കെ പറയുമ്പോ ഇപ്പൊ വഹാബി മൗദൂദിയാള് മൗദൂദിയാള് കിടന്ന് പടക്കുകയാണ്. ഈ മൗദൂദിയാള് പൊതുവെ എന്താന്ന് ചോദിച്ചാൽ കുളിച്ചാതെ ഇസ്തിരിക്കിട്ട് കിടക്കണവന്റെ മാതിരിയാണ്. തീരെ കുളിച്ചൂല. നല്ല സ്പ്രേ ഒക്കെ അടിച്ചിങ്ങനെ അങ്ങാടി കൂടെ പോകുമ്പോൾ പുറത്തൊരു
ഒരു വാസന ഉണ്ടാകുമല്ലോ. എന്നാൽ ഇവരുടെ ഉള്ളെത്ര വൃത്തികെട്ട ദുർഗന്ധമുള്ളതാണ് എന്ന് മനസ്സിലായത് സക്കാത്ത് കമ്മിറ്റിമ തൊട്ടപ്പോഴാണ്. ഇവരുടെ തൗഹീദോ ഇവർ മതത്തിന്റെ പേരിൽ കാട്ടുന്ന മറ്റ് ഏർപ്പാടൊന്നും വിമർശിച്ചാല് മൗദൂദികൾ മിണ്ടൂല. അതങ്ങനെയാ. ആർക്കും പണത്തുമ്മ തൊടുമ്പോ ഇച്ചിരിയൊക്കെ ബേജാറുണ്ടാവും, കുറച്ചൊക്കെ പ്രഷർ കൂടും. അങ്ങനെ പിന്നെ സോഷ്യൽ മീഡിയയിൽ പച്ച തെറി പറയാണ്. നമ്മൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ? നമ്മൾ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ ഒരു സമ്പന്നൻ തന്റെ സമ്പത്തിന്റെ സക്കാത്ത് കൊടുത്താൽ അത് പൂർണ്ണമായി പാവപ്പെട്ടവന്റെ ദരിദ്രന്റെ വീട്ടിലെത്തുന്നില്ല. അതിൽ നിന്ന് പലതും അവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് പോകുന്നുണ്ട് എന്നാണ്. ഇപ്പൊ മൗദൂദികൾ എന്താ ചെയ്തത് വെച്ചാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി. സത്യത്തിൽ എന്താ വെച്ചാൽ സംഘടനാ രംഗങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക ക്ഷീണം വന്നപ്പോൾ ഈ റമദാനിൽ ഒന്ന് മുറുക്കി പിടിച്ച് പിരിച്ചാന്ന് കരുതിയതാണ്. അതിനുവേണ്ടി വഹാബികൾ എന്ത് ചെയ്തു? പാണക്കാട് തങ്ങന്മാരെയൊക്കെ വെച്ച് പരസ്യം ചെയ്തു. പാണക്കാട് തങ്ങന്മാരെ ദുരുപയോഗം ചെയ്തത് കണ്ടപ്പോ തങ്ങന്മാരെ മുന്നിൽ വെച്ചിട്ട് പാവപ്പെട്ടവന്റെ അവകാശം തട്ടിയെടുക്കാനുള്ള മൗദൂദികളുടെ പരിപാടി കണ്ടപ്പോ ഇവിടെയുള്ള പ്രബലമായ 2 സുന്നി സംഘടനകളും മഹാനായ സയ്യിദ് ജിഫ്രി നിലവിൽ വന്ന മാധ്യമ സ്ഥാപനമാണ്. ഒരു സാധാരണ ദിനപത്രം നിലവിൽ വരുന്നത് പോലെ നിലവിൽ വന്നതല്ല. അതാണ്. ഇത് മീഡിയ വണ്ണിനെ പറ്റിയല്ലല്ലോ, മാധ്യമത്തെ പറ്റിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണം പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ. മീഡിയ വണ്ണ് വിട്ടളി. മാധ്യമത്തിന് നിങ്ങൾ സക്കാത്ത് എടുക്കണില്ലേ? മാധ്യമം പത്രത്തിന് നിങ്ങൾ വഖഫ് എടുക്കണില്ലേ? ഈ മാധ്യമം പത്രത്തിന് എടുക്കാനുള്ളതാണോ സക്കാത്ത് എന്ന് പറയുന്നത്? ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള അമീർ KC അബ്ദുള്ള മൗലവിയെയാണ് ഈ ദിനപത്രത്തിന്റെ സ്ഥാപകൻ എന്ന നിലക്ക് നമ്മൾ പരിചയപ്പെടുത്താറുള്ളത്. അതാണ്. ഞാൻ സ്ഥാപകന്മാരിത് സ്ഥാപിച്ച കോലം പറഞ്ഞു തരും. ജനങ്ങൾക്കിടയിൽ മാധ്യമത്തിന്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടി മുഅ്ജിസത്തിനോട്, മൂസാ നബിയുടെ വടിയോട് അതിനെ ഉപമിച്ച നിരവധി പ്രഭാഷണങ്ങൾ ഞാൻ എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിലെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇയാൾ സാക്ഷി പറയണം. എന്തേ? മൂസാ നബിന്റെ വടി പോലെയാണ് അത്ര ജമാഅത്തേരെ മാധ്യമം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരുപക്ഷെ വീണ്ടും 10 കോടി നമ്മൾ സമാഹരിക്കുകയാണെങ്കിൽ, അതാണ് ഇനി ഒരു 10 കോടി പിരിക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെയാ ഉണ്ടാകുക? മുഅ്ജിസത്തിന്റെയും മൂസാ നബിയുടെ വടിയുടെയും ദീനിയായ ത്യാഗത്തിന്റെയും വഖഫിന്റെയും സദഖ ജാരിയുടെയും ഒക്കെ വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് സമാഹരിക്കപ്പെടുക. അതാണല്ലോ നമ്മുടെ രീതിയും നമ്മുടെ ഒരു ശൈലി. അതാണ്. വഖഫ്, സ്വതക്ക, സക്കാത്ത് ഇതൊക്കെ വാങ്ങിയിട്ട് മാധ്യമം നടത്തലാണ് നമ്മളെ രീതി. പക്ഷെ നമ്മുടെ ആ രീതിയിലും നമ്മുടെ ആ ശൈലിയിലും നിലവിൽ വന്ന ഒരു സ്ഥാപനം ഞെട്ടലുളവാക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകളിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പത്രത്തിന്റെ വലിപ്പ് കക്കണ പുരോഹിതന്മാരെ കയ്യിലാണ് നമ്മൾ ഈ സക്കാത്ത് കൊണ്ടു കൊടുക്കുന്നത്. സ്വന്തം പത്രത്തിന്റെ വലിപ്പ് കക്കണ മൗദൂദി പുരോഹിതന് ആരാന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സക്കാത്തിന്റെ സമ്പത്ത് കക്കാൻ വല്ല മുടക്കുണ്ടാകുമോ മനുഷ്യന്മാരെ? ഇനിയോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിനൊക്കെയാണ് സക്കാത്ത് ചെലവഴിക്കുന്നത്. പിന്നെയോ ഇനി മീഡിയ വണ്ണൊക്കെ ഇവർക്കൊരു വിശാലമായ വ്യാഖ്യാനമുണ്ട്. ഫീ സബീലില്ലക്ക് സക്കാത്ത് കൊടുക്കുക, അള്ളാന്റെ മാർഗത്തിലുള്ള പരിപാടി. അങ്ങനെ അള്ളാന്റെ മാർഗത്തിലുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ എവിടം വരെ ഉണ്ട് അറിയങ്ങള്? വലിയ രസമുണ്ട്. ജമാഅത്തെ മീഡിയ വണ്ണിന്റെ നേതൃത്വത്തിൽ സിനിമാ നടൻ പൃഥ്വിരാജിന്റെ ഒരു പരിപാടി നടക്കുകയാണ്. ആ പൃഥ്വിരാജിന്റെ ഒരു പരിപാടി നടക്കുക. അതിന്റെ പോസ്റ്ററൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളമായി കിട്ടും. പൃഥ്വിരാജിന്റെ പരിപാടിയാണ്. എന്താ ഇതിന്റെ പേര് അറിയങ്ങള്? മീഡിയ വൺ. ജനലക്ഷങ്ങൾ ആഘോഷമാക്കിയ അവിസ്മരണീയമായ ദൃശ്യവിസ്മയം. ചെങ്കടലിന്റെ റാണിയായ ജിദ്ദയിലെ മീഡിയ വൺ എന്ന് പറഞ്ഞ മാധ്യമത്തിന്റെ അളിയനോ അമ്മായിക്കാക്കിയൊക്കെയാണ് ഇപ്പൊ അത്. ഇരിക്കട്ടെ. അപ്പൊ മാധ്യമത്തിന്റെ വലിപ്പക്ക് സക്കാത്ത് പോയാൽ തന്നെ മതി. എന്നിട്ട് ആ മീഡിയ വണ്ണിന്റെ ചെലവിൽ നടക്കുന്ന ഈ പരിപാടി ആരൊക്കെയാ? പൃഥ്വിരാജിന്റെ നേതൃത്വത്തിലാണ്. അത് ഫീ സബീലില്ല ആണോ? അല്ലേ? ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഫീ സബീലില്ലാണ്. എന്താ കാരണം എന്നറിയങ്ങള്? അതിന്റെ വലിയ
രസമുണ്ട്. അന്ന് ജിദ്ദയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള മദ്രസ, ആ മദ്രസക്ക് അവധിയാണ്. അവധി കൊടുത്തത് ഒരു തമാശ. അവധി കൊടുത്തതിന്റെ പുറമെ സഹോദരന്മാരെ പെരുന്തമാശ എന്താ അറിയോ? ആ അവധി കൊടുത്തുകൊണ്ട് ഇറക്കിയ അവരുടെ അറിയിപ്പില് ഒരു 1.5 ദുആ ഉണ്ട്. എന്താണ് ആ ദുആ? പടച്ചോനെ, അത് ഫീസബില്ലല്ലേ, അതുകൊണ്ട് അതിനിപ്പോ മദ്രസ മുടക്കിയാലും പടച്ചോൻ കൂലി ഇട്ടുമല്ലോ. കേട്ടോളി, മീഡിയ 1 ചാനൽ സംഘടിപ്പിക്കുന്ന പ്രവേശനോത്സവം ഈവന്റ് ജിദ്ദയിൽ വെച്ച് നടക്കുന്ന വിവരം അറിഞ്ഞിരിക്കുമല്ലോ. അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അഭ്യർത്ഥന മാനിച്ച് ഫെബ്രുവരി 7 വെള്ളിയാഴ്ച മദ്രസക്ക് അവധിയാണ്. എന്തിനാ ഈ അവധി കൊടുത്തത്? അത് ഫീസബിലില്ലാണ്. കാരണം അതിലൊരു ദുആ ഉണ്ട്, ഒരു 1.5 ദുആ. ദീനിന്റെ മാർഗത്തിൽ സഹകരിച്ച് മുന്നേറാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പച്ച തോന്നിയാസത്തിന് മദ്രസ ലീവ് കൊടുത്തുകൊണ്ട് ജമാഅത്തേര് ദ്വാരക്കാണ് ഫീസബീലില്ലക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാര് മൂസാ നബിന്റെ വടിയിലാ കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമത്തിന്റെ വലിപ്പിലെത്തുന്ന സക്കാത്തിന്റെ ഫണ്ട് എവിടെയൊക്കെ പോകുന്നുണ്ടെന്നറിയുമോ മുസ്ലിമീങ്ങള്? ഇനിയോ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ഇവർ സക്കാത്ത് ഉപയോഗിക്കുകയാണ്. അതിനുവേണ്ടി ഇവർ മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിക്കാർ എഴുതി വെക്കാണ്, അതുപ്രകാരം പൊതുനന്മക്ക് വേണ്ടി സേവനം നിർവഹിക്കുന്ന സ്ഥാപനങ്ങൾക്കുള്ള ചെലവ്. പൊതുനന്മ എന്ന് പറഞ്ഞാൽ മാധ്യമം പത്രം ജമാഅത്തേർക്ക് പൊതുനന്മയാണ്, പ്രത്യേകിച്ച് മൂസാ നബിന്റെ വടി പോലെ ആവുമ്പോ. എന്നിട്ട് അതിനൊക്കെ എന്തെന്ന് എടുക്കാം? പൈസ സക്കാത്ത് നിന്ന് എടുക്കാം. അപ്പോൾ മദ്രസാധ്യാപകന്മാർ തങ്ങളുടെ ഉദ്യോഗം നിർവഹിക്കുന്നത് മൂലം മറ്റു സമ്പാദന മാർഗത്തിന് അവസരമില്ലാതിരിക്കുന്ന കാലത്തോളം സബീലുള്ളാഹ് ഇനത്തിൽ അവർക്ക് പ്രതിഫലം നൽകാവുന്നതാണ്. 2 അപകടമാണ്. ഒന്ന്, സക്കാത്ത് എന്നത് ഒരാൾക്ക് ഒരു പണി ചെയ്തതിന് കൂലി കൊടുക്കുന്ന സംഗതിയല്ല. സക്കാത്ത് എന്നത് നിരുപാധികം ഒരു സാധുവിനൊരു സമ്പന്നം കൊടുക്കേണ്ടതാണ്, പ്രതിഫലമായി കൊടുക്കേണ്ടതല്ല. എന്ന് മാത്രമല്ല, അത് മദ്രസാ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ളതും അല്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്കാര് പച്ചയായി എഴുതുകയാണ്. എന്താ എഴുതുന്നത് നിങ്ങള്? മദ്രസ നടത്തിക്കൊണ്ടുപോണ മദ്രസാധ്യാപകരായ ഉസ്താദുമാരുടെ ശമ്പളത്തിന് അത് കൊടുക്കാവുന്നതാണ്. ഇനിയോ മദ്രസ ശമ്പളം മാത്രല്ല, നമ്മളെ സക്കാത്ത് കമ്മിറ്റിക്കാര് ചില്ലറക്കാരാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ സക്കാത്ത് കമ്മിറ്റിക്കാരെ കൊണ്ട് കുടുങ്ങിയിട്ടാണ് എറണാകുളത്തെ ആഷിമാജി എന്ന് പറയുന്ന ഇവരൊപ്പം നടന്ന് ഈ ആജിയര് പിന്നെ ചൂലെടുത്ത് പോലെ കാട്ടി വിട്ടത്. അജാതി കൊള്ളിവെപ്പം. നിങ്ങൾക്കറിയോ എന്താണ് ഇവര് പറയുന്നത്? സക്കാത്ത് ജോലിക്കാർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. പള്ളി കമ്മിറ്റിക്കാരെ ജോലിക്കാരായി പരിഗണിച്ച് മൂല്യർക്ക് ശമ്പളം കൊടുക്കണ മാതിരി പള്ളി കമ്മിറ്റിക്കാർക്ക് ശമ്പളം കൊടുക്കലുണ്ടോ? ഇല്ല. അത് ഫീസബീലിൽ അല്ലേ മൗദൂദികളെ? പള്ളി കമ്മിറ്റി ഫീസബീലിൽ അല്ലേ? എങ്കിൽ പിന്നെ പള്ളി കമ്മിറ്റി സെക്രട്ടറിക്ക് സക്കാത്തൊന്ന് ശമ്പളം കൊടുത്തൂടെ? എന്നാൽ ഈ സക്കാത്ത് കമ്മിറ്റി പിരിച്ചിനൊക്കെ ആൾക്കാരുണ്ടല്ലോ, ഓൽക്ക് കമ്മീഷൻ അല്ലെങ്കിൽ ശമ്പളം കണ്ടങ്ങള്. സക്കാത്തിന്റെ സംഭരണം, വേർതിരിക്കൽ, സൂക്ഷിപ്പ്, കണക്കെടുപ്പ്, രജിസ്റ്റർ സൂക്ഷിക്കൽ, കാവൽ നിൽക്കൽ, വിതരണം മുതലായ ജോലികൾ നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും തൊഴിലാളികളുമാണ് സക്കാത്ത് ജോലിക്കാർ. അവരുടെ ശമ്പളവും കൂലിയും സക്കാത്ത് വീതത്തിൽ നിന്നാണ് എടുക്കേണ്ടത്. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ സക്കാത്ത് കമ്മിറ്റി ഇല്ലേ, ആ സക്കാത്ത് കമ്മിറ്റിക്കാർക്ക് ഈ സക്കാത്തിൽ നിന്ന് ശമ്പളം പോവുകയാണ്. പാവപ്പെട്ടവന് കൊടുക്കണ്ട. അപ്പൊ പിന്നെ മൂല്യരെ അതിപ്പോ ഈ സക്കാത്ത് കമ്മിറ്റിയിലെ പാവങ്ങളല്ലേ എടുക്കുള്ളൂ? അല്ല. ഇനി തുടർന്ന് എഴുതിയേക്കണ കണ്ടോളി, സക്കാത്ത് ഉദ്യോഗസ്ഥൻ ധനികനാണെങ്കിലും സക്കാത്ത് ഉദ്യോഗസ്ഥൻ ധനികനാണെങ്കിലും സക്കാത്ത് വിഹിതം സ്വീകരിക്കാവുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുങ്ങള്. സക്കാത്ത് കമ്മിറ്റിയിലെ മുതലാളിക്കും തൊഴിലാളിക്കും ഒരുപോലെ സക്കാത്ത് പിരിക്കാൻ നടന്നാൽ സക്കാത്തിൽ നിന്നൊരു വിഹിതം പോവുകയാണ്. അതിന് ശമ്പളം എന്നാ കമ്മീഷൻ എന്നാ പറയാന്ന് എനിക്കറിയില്ല. ഇങ്ങനെ തോന്നിവാസം ചെയ്യാണ് സക്കാത്ത് കൊണ്ട്. എന്തൊരു വലിയ അപകടമാണ്. അതേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എത്ര സത്യമാണ്. അതേ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എത്ര സത്യമാണ്. നിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലുന അംവാലന്നാസ്. പച്ചക്ക് സമുദായത്തിലെ പണം കൊള്ള ചെയ്യണ പരിപാടിയല്ലേ. അപ്പൊ സഹോദരന്മാരെ, ഇവർ ഇസ്ലാമിനെ നശിപ്പിക്കുകയാണ്, മതത്തെ ചൂഷണം ചെയ്യാണ്. ഇനിയോ
ഇസ്ലാമിനെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കുക. അതാണ് വഹാബികളുടെ മറ്റൊരു ഐറ്റംസ്. എവിടെയൊക്കെ ഇസ്ലാം പ്രതിരോധത്തിലാകുന്നുണ്ടോ അന്നൊക്കെ ഇവർ ശത്രുക്കളുടെ ഭാഗത്തുണ്ടാവും. എന്നാൽ വഹാബി മൗദൂദികൾ എവിടെയൊക്കെ പ്രതിരോധത്തിലും പ്രയാസത്തിലും ആകുന്നുണ്ടോ അവർ സമുദായ ഐക്യം പറയും, അവർ സമുദായത്തിന്റെ യോജിപ്പ് പറയും, അവരിങ്ങനെ ഫാസിസ്റ്റുകൾ വട്ടമിട്ടെടുക്കണ കഥ പറയും. ഇതാണ് വഹാബി മൗദൂദികളുടെ തരികിട. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഈ അടുത്ത ദിവസം കാന്തപുരം ഉസ്താദ് ഒരു പ്രസ്താവന ഇറക്കാനുള്ള പശ്ചാത്തലം എന്താണ്? നമ്മുടെ നാടുകളിലൊക്കെ ഒരു വ്യായാമം പരിപാടി നല്ലതാണ്, അതുപോലെ ബാത്റൂമിൽ പോകലും നല്ലതാണ്. വ്യായാമം പരിപാടി നല്ലതാണ്, അങ്ങനെ ബാത്റൂമിൽ പോകല് നല്ലതാന്ന് വിചാരിച്ചിട്ട് അങ്ങാടിയിൽ വന്ന് ആ പണി എടുക്കാൻ പറ്റും? അല്ലെങ്കിൽ ആണും പെണ്ണും പാടെ ബാത്റൂമിൽ കയറി ഈ പരിപാടി എടുത്താൻ പറ്റുമോ? ഇല്ല. അതിനൊക്കെ ഓരോ സ്ഥലവും കോലവും ചേലൊക്കെ ഉണ്ട്. അതൊന്നുമില്ലാതെ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് ഇങ്ങനെ നടത്തിയപ്പോൾ മഹാനായ കാന്തപുരം ഉസ്താദ് അതിനെ എതിർത്തു. സ്വാഭാവികമായും ഇവിടെ നിരീശ്വരവാദികളുണ്ട്, മുസ്ലിം വിരുദ്ധരുണ്ട്, ഓൽക്കത് ദയിച്ചില്ല. അവർ ഇസ്ലാമിന്റെ നിലപാടുകളെ കൊഞ്ഞനം കുത്തി രംഗത്ത് വന്നു. അപ്പോ വഹാബികൾ എവിടെ? ഈ ഒറ്റുകാരുടെ കൂടെ. എന്നിട്ട് ഒരു പുരോഹിതൻ വന്നിട്ട് പറയാണ്, കാന്തപുരത്തിന് ആണും പെണ്ണും ഇടകലരരുത് എന്ന് പറയാനൊന്നും അർഹതല്ല. പിന്നെ എല്ലാ അർഹതയും ബൽക്കാണ്. ഇന്നിപ്പോ ഏറെ വലിയ ചർച്ച ആണും പെണ്ണും ഒരുമിച്ച് കൂടാൻ പാടില്ല എന്നാണ് കാന്തപുരത്തിന്റെ പ്രസ്താവന. അത് ഇസ്ലാമിന്റെ പ്രസ്താവനയാണോടോ? ഖുർആന്റെ പ്രസ്താവനയാണ്. അപ്പോ ആണും പെണ്ണും ഇടകലർന്ന് ഒരുമിച്ച് കൂടുന്ന പരിപാടികളൊന്നും ഞങ്ങൾ അംഗീകരിക്കൂല. ഇല്ല, ആണും പെണ്ണും ഇടകലരണ ഒരു പരിപാടി ഞങ്ങൾ അംഗീകരിക്കൂല. അങ്ങനെയാണെങ്കിൽ ആദ്യം നിർത്തേണ്ടത് ഉറൂസുകളല്ലേ? അതിന് ചെങ്ങായി ഏത് ഉറൂസിലാണ് ആണും പെണ്ണും ഇടകലരാമെന്ന് ഞങ്ങൾ അംഗീകരിച്ച് ഒത്തു കൊടുത്തേ? ആണും പെണ്ണും ഇടകലരാം കുഴപ്പമില്ല എന്ന് ഞങ്ങൾ അംഗീകരിച്ചത് ഏത് ഉറൂസിലാ? അത് പറയേ. ആ വിഷയം ഇസ്ലാമികമായി ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ കാര്യമാണ്. അതാണ്. അങ്ങനെ അത് ശരിയോ തെറ്റോ നോക്കിയിട്ട് മതി. താഴെ മൊരട് തെങ്ങിന് തലുണ്ടോ നോക്കിയിട്ട് മതി മൊരട്ടിൽ വള്ളം വാരാൻ. പക്ഷെ കാന്തപുരം അത് പറയാൻ അവകാശമില്ല. പിന്നെ ആർക്കാടോ അതിന്റെ അവകാശം? കാന്തപുരത്തിന്റെ പേര് പറയാനുള്ള യോഗ്യത നിനക്കൊക്കെ ഉണ്ടോ? കേരളത്തിലെ സമസ്തക്കത് പറയാൻ അവകാശമില്ല. നിങ്ങളിങ്ങനെ ആഴ്ചക്ക് കോലം ചേരും മാറ്റണം. നിങ്ങളെടുത്തത് ഏൽപ്പിച്ച കൊരങ്ങിന്റെ കയ്യിലെ മാല പോലെ നിങ്ങളാക്കൂലേ? എന്തുകൊണ്ട്? അവരുടെ ജാറങ്ങൾ കാണുന്ന തോന്നിയാസങ്ങൾ. ഏത് ജാറം? ഞങ്ങളെ നേതൃത്വത്തിലും ഞങ്ങളെ സ്വാധീനത്തിലും ഞങ്ങളെ നിർദ്ദേശമനുസരിച്ചും വർക്ക് ചെയ്യുന്ന ഏത് ജാറത്തിലാണോ ആണും പെണ്ണും ഇടകലരുന്നത്? നാട്ടിൽ കുറെ മാണ്ടാത്തരുണ്ടാവും, അന്നെ പോലത്തെ കുറെ തോന്നിയാസം പറഞ്ഞ് നടക്കണോരില്ലേ? നിങ്ങളെയൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക? അതുപോലെ ആനയും കൊണ്ടുവരുന്ന ഇടകലരുന്ന ജാറുണ്ട്, ഓലെ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക? അവരുടെ ഓരോ ജാറങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. ആരാ ജാറങ്ങളിൽ? കാന്തപുരം ഉസ്താദിന് നേരിട്ട് പങ്കാളിത്തമോ നേതൃത്വമോ ഉള്ള ഏത് ജാറത്തിൽ? മഹാനായ ജിഫ്രി തങ്ങൾ പാപ്പാക്ക് പങ്കാളിത്തമുള്ള ഏത് ജാറത്തിൽ? തോന്നിവാസം പറയുകയാണ്. അള്ളാഹുവിന്റെ മത നിലപാട് പറഞ്ഞതിന്റെ പേരിൽ മുസ്ലിം വിരുദ്ധർ ഒരു പണ്ഡിതനെ വേട്ടയാടിയപ്പോൾ വഹാബികൾ ഒറ്റിന്റെ പണിയെടുക്കുകയാണ്, മൗദൂദികൾ ഒറ്റിന്റെ പണിയെടുക്കുകയാണ്. എന്തേ? ഓല് ഭയങ്കര ആൾക്കാരല്ലേ? എന്നിട്ട് ഇവര് ഭയങ്കര ആണും പെണ്ണൊക്കെ ഇങ്ങനെ വേറിരിച്ചു പറയുന്ന ആൾക്കാര്. എന്നിട്ട് ശത്രുക്കളെ മുന്നിൽ ജനൻ TV-യിൽ വന്നിട്ട് പറയാണ്, മുജാഹിദിന്റെ നേതാവേ ഞങ്ങൾ ഭയങ്കര സുജായിയാളാ BJP ചാനലിൽ പോയിട്ട്. കാരണം ഞങ്ങൾ പെണ്ണുങ്ങളെയൊക്കെ പള്ളി കൊണ്ടുവന്ന ആൾക്കാരാ. സുന്നിയാളോ ഓലൊക്കെ പെണ്ണുങ്ങളെ പള്ളിന്റെ പുറത്താക്കുന്ന ആൾക്കാരാണ് പോയി പറയുന്നത് BJP-കാരന്റെ ചാനലിൽ. മുജാഹിദ് പ്രസ്ഥാനം വിശ്വാസ വിമലീകരണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ശാക്തീകരണ പ്രവർത്തനങ്ങൾ, സ്ത്രീ സമുദ്ധാരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. അന്ന് പള്ളിയിലേക്ക് ഒരു പെണ്ണ് പോവുക എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ പള്ളിക്കൂടത്തിലേക്ക് ഒരു പെണ്ണ് പോവുക എന്ന് പറഞ്ഞാൽ ഹറാം. എവിടെ? പള്ളിക്കൂടത്തേക്ക് പോകൽ നിരുപാധിക ഹറാമാന്ന് ഞങ്ങൾ എവിടെ പറഞ്ഞു? ഒരു പള്ളിയിൽ ഒരു പെണ്ണ് ഐലോ നിഫാസോ ഇല്ലാത്ത സമയത്ത് കാലുത്താൻ പാടില്ല എന്ന് ഞങ്ങൾ എവിടെ പറഞ്ഞു? യുദ്ധം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ആ രൂപത്തിൽ നിന്ന് സമൂഹത്തെ പരിവർത്തിപ്പിച്ചിട്ട് എല്ലാ പള്ളികളുടെയും സൈഡിലാണെങ്കിൽ അതിന്റെ സൈഡിലാക്കി, എല്ലാ പള്ളികളുടെയും സൈഡിൽ എന്ത് നിങ്ങൾ സൈഡിലാക്കി? എന്തേ ഒരു കൗത്തെ പള്ളി പോയിക്കൂടെ? എന്താണോ മുസ്ലിം പള്ളിയുടെ അകത്തെ പള്ളിക്ക് കുഴപ്പോ? ഈ അടുക്കള, ഈ അവനാന്റെ ബെഡ്റൂമിൽ മര്യാദയ്ക്ക് ഇരിക്കണ ഈ പെണ്ണുങ്ങളെ നിങ്ങൾ പിടിച്ചലിച്ചു കൊണ്ടെങ്ങാണ്ട് ഹൗലും കരക്കെ ഇരുത്തലല്ലടോ മാനക്കേട്. അത് നിങ്ങൾ മുസ്ലിം സ്ത്രീകളെ അവഹേളിക്കല്ലേ? നിങ്ങൾ പുരുഷ പ്രമാണികളെ കൗത്തെ പള്ളിയിലേക്ക്
വീട്ടിൽ നിന്ന് വരുന്ന ഈ പാവങ്ങളായ ഉമ്മമാരും ഔലും കരക്കി തായേരിയിലും എന്തേത് കാരണം? മയ്യത്തും കട്ടിൽ വെക്കേണ്ട റൂമിലാണോ ഈ പെണ്ണുങ്ങളെ ഇരുത്തേണ്ടേ? ആണോ? ഔത്തപ്പള്ളി കയറ്റി ഇരുത്ത്, നിങ്ങളെ സുജായിത്തരൊന്ന് കാണട്ടെ. സ്ത്രീകൾക്ക് നമസ്കരിക്കുവാനുള്ള പ്രത്യേക സ്ഥലം എന്ന് എഴുതി വെപ്പിക്കുന്ന രൂപത്തിലേക്ക് കേരളത്തെ ഉയർത്തി എന്നുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയൊരു. അതാണ് ഹോസ്പിറ്റലിൽ പോണ ഒരു പെണ്ണിന് ലോഹർ കള അടക്കാൻ വേണ്ടി ഏതോ കമ്മിറ്റിക്കാര് പള്ളിന്റെ റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഒരു റൂം ഉണ്ടാക്കി നിക്കരിച്ചാൻ സൗകര്യം കൊടുത്തു. അത് അവിടെ അല്ലെങ്കിൽ അപ്പുറത്തെ ഏതെങ്കിലും ആചാരാക്കാന്റെ പെരി കയറി കരിച്ചണം. അതിനെപ്പല് എവിടുക്കാ കമ്പയർ ചെയ്യണ? പെരി കുതിർക്കണ പെണ്ണിനെ വലിച്ചിറക്കി പള്ളി കൊണ്ടുപോണതിന് തുല്യാണ് ഇപ്പൊ ഞമ്മളീ ചെയ്തതെന്നാ പറയണത്. കാരണം സ്ത്രീകൾ പള്ളിയിൽ പോകൽ നിഷിദ്ധമാണ് എന്നാ പറഞ്ഞിരുന്നത്. അതാണ് ഒരു പെണ്ണ് പള്ളി ചവിട്ടിയാ നിഷിദ്ധം എന്ന് ഞങ്ങൾ എവിടെയാ പറഞ്ഞ്? BJP-കാരനെ പോയി സന്തോഷിപ്പിക്കണേ. എന്നിട്ട് ഇവിടുത്തെ സുന്നി മൗലവിമാര് ഇസ്ലാമൊക്കെ പിന്തിരിപ്പനാന്ന് പറയണേ. എന്നിട്ട് വേറൊരു മുജാഹിദ് എങ്ങായി വന്നിട്ട് പറയണേ, ഞങ്ങളെ ഈ ലിബറലിസ്റ്റുകളോടൊക്കെ ഞങ്ങൾ മറുപടി പറഞ്ഞാണ്ടല്ലോ അതൊരു ഒന്നൊന്നരയാണ്. ഞങ്ങളാണ് ലിബറലിസ്റ്റുകൾക്കും യുക്തിവാദികൾക്കൊക്കെ മറുപടി പറയാൻ പറ്റിയ ചരക്ക് എന്ന് പറയണത് വേറൊരു ചരക്ക്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും അല്ലെ യൂട്യൂബുകളിലും യുക്തിവാദികൾ, ലിബറലിസ്റ്റുകൾ, എക്സ് മുസ്ലിങ്ങളൊക്കെ എപ്പോഴും ചർച്ചക്കെടുക്കുക. അപ്പോഴൊക്കെ നമ്മള് മുജാഹിദുകൾ ഒരൊറ്റ വാചകം പറഞ്ഞിട്ട് അതിനെ പ്രതിരോധിക്കല്. നിങ്ങൾ ഒറ്റ വാചകം പറഞ്ഞ അതാണ് പ്രതിരോധമാവും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരോഹിതന്മാർ സ്ത്രീകളെ അരിക്കാക്കി അവരുടെ മയ്യത്ത് മാത്രം പള്ളിയിൽ കൊണ്ടുവരാൻ പറയുന്നത്. അതാണ് മയ്യത്ത് മാത്രം പള്ളി കൊണ്ടുവരാൻ പറയുന്നത്. അപ്പൊ മയ്യത്ത് അവിടെ കൊണ്ടുപോകണം നിക്കരിച്ചാന്, പിന്നെ മയ്യത്ത് പള്ളി തൊടുക്കും കൊണ്ടുപോകണം. ആക്കെ ഞങ്ങൾ പറയണ തന്നെയാണ്. എന്നിട്ട് ഇവലെന്താ, ഇവലൊരു പള്ളിക്കൊക്കെ പെണ്ണിനെ കൊണ്ടുപോയിട്ട് ഹൗലും കരക്ക് ഇരുത്തിയിട്ട് കൊണ്ടുവന്ന അവിടുത്തെ ലിബറലിസ്റ്റുകളെയൊക്കെ തൊള്ള പൂട്ടിക്കാൻ കഴിയുന്ന അപ്പൊ ഈ സാധു പറയണതേ. പക്ഷേ അയിമ തീരുവോ? പണ്ട് ഹമീദ് ചേന്നമംഗലൂർ എന്ന ചെങ്ങായി മാതൃഭൂമി അയച്ചപ്പതിപ്പിൽ ലേഖനം എഴുതി. എപ്പോഴും എഴുതിയത് നിങ്ങളെ കോഴിക്കോട്ടൊരു മുജാഹിദ് സമ്മേളനത്തിൽ ഒരു പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ പെണ്ണുങ്ങൾക്ക് എല്ലാ പള്ളി കമ്മിറ്റിയിലും സ്ഥാനം തരണം. അതാകപ്പാടെ കുലുമാലായി. അങ്ങനെ കുലുമാലായപ്പോ എന്ത് ചെയ്തു? ഹമീദ് ചേന്നമംഗലൂർ പറഞ്ഞു, മുജാഹിദ് പള്ളി ജമാഅത്ത് പള്ളിയൊക്കെ കാന്തപുരത്തിന്റെ പള്ളി പോലെ തന്നെ യാഥാസ്ഥികമാണ്. ഇന്ന് വരെ ഒരു മിഹ്റാബിൽ ഒരു പെണ്ണിനെയും മുജാഹിദും കയറ്റിയിട്ടില്ല, ജമാഅത്തും കയറ്റിയിട്ടില്ല, ഒരു മിമ്പറിയിലും കയറ്റിയിട്ടില്ല. ഇതാകെ കുലുമാലായി. അങ്ങനെ മക്കുബറിനോടൊരു മുജാഹിദ് കുട്ടി ചോദിക്കുകയാണ്, അല്ല എന്താണിപ്പോ ഈ പെണ്ണിനെ കൊണ്ട് ഇക്കാമത്ത് കൊടുപ്പിച്ചാല്? ഒന്നൊന്നര ചോദ്യമല്ലേ. നിക്കരിച്ചാൻ വരുമെങ്കിൽ പിന്നെ ഇക്കാമത്തും കൊടുപ്പിച്ചൂടെ, ബാങ്കും കൊടുപ്പിച്ചൂടെ? ആ കുട്ടിന്റെ ചോദ്യം ആദ്യം ഒന്ന് കേട്ടോളൂ. ചോദ്യം ഒന്നൊന്നരയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, സ്ത്രീകൾക്ക് പള്ളിയിൽ കയറാനും സ്ത്രീകൾക്ക് പഠിക്കാനും സ്ത്രീകൾക്ക് ജോലി ചെയ്യുവാനും അവകാശമുണ്ട് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ വലിയൊരു പുരോഗമന പ്രസ്ഥാനം അല്ലെങ്കിൽ ഇസ്ലാം തന്നെ എന്തുകൊണ്ടാണ് സ്ത്രീകള് പള്ളിയിൽ കയറിയിട്ട് ബാങ്ക് കൊടുക്കാൻ പാടില്ല, അവർ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ന ചോദ്യമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്താല് എന്ത് കുഴപ്പമാണ് ഇവിടെ ഉണ്ടാവുക? അതാണ് എന്ത് കുഴപ്പമുണ്ടാകുക? എന്തൊരു മട്ടുണ്ടാവും, അങ്ങനെയല്ലേ പറയേണ്ടി? ഒരു പള്ളിക്കെന്നൊരു പെണ്ണ് നല്ല കിളിക്കൂറ്റിൽ ഒരു 1.5 ചൊറുക്കുള്ള സൗണ്ടിൽ ഒരു ബാങ്ക് കൊടുത്താൽ എന്തൊരു മട്ടുണ്ടാവും? എന്തിനാ നിരുത്സാഹപ്പെടുത്തുന്ന ചെറുപ്പക്കാരന്റെ ചോദ്യം. അതിന് മൗലവിന്റെ മറുപടി എന്താ അറിയോ? നല്ല രസമുണ്ട്. എന്താണ് ബാങ്ക് കൊടുക്കാൻ പെണ്ണിനെ അനുവദിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഇടങ്ങാറ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതാണ് വലിയ ഇടങ്ങാറ ഉണ്ടാകുക. ബാങ്ക് വിളിക്കാൻ പെണ്ണിനെ അനുവാദം കൊടുത്തു വിചാരിക്കുക. എന്റെ വീടിന്റെ മുന്നിൽ ഒരു പള്ളിയുണ്ട്, ചെറിയൊരു പള്ളിയാണ്. അതാണ്. അപ്പൊ മൂപ്പര് പറയണ്, മൂപ്പര പെരന്റെ മുന്നിലുള്ള പള്ളി, ആ പള്ളിക്ക് എന്നും അയലോക്കത്തെ പാത്തും താത്ത ബാങ്ക് കൊടുക്കാൻ വരും. പക്ഷെ പാത്തും താത്താക്ക് പള്ളി കയറിയിട്ട് 1 മാസം ഫുള്ള് ബാങ്ക് കൊടുക്കാൻ പറ്റുമോ? ഒരാഴ്ച എന്തായാലും ലീവ് കൊടുക്കേണ്ടി വരൂലേ? അങ്ങനെ ലീവ് കൊടുക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിക്കച്ചാൻ വരുന്ന അപ്പുറത്തെ കതിയെ കുട്ടി ചോദിക്കൂലേ, മേമ്പൂട്ടി ചോദിക്കൂലേ, അല്ല താത്ത നിങ്ങളെന്തേ കഴിഞ്ഞ വെള്ളിയാഴ്ച ബാങ്ക് കൊടുക്കാൻ കാണാഞ്ഞ്? അപ്പൊ ഈ താത്താക്ക് മറുപടി അറിയാനൊരു മാനക്കേടല്ലേ? മെൻസസൈൻ എന്ന് പറയാൻ പറ്റുമോ? അതാണ് ഇപ്പൊ അതിന് പറയണം ന്യായം. അതിന് നിയതമായ ഇമാമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും പലപ്പോഴും ഞങ്ങളെല്ലാവരും അല്ലെങ്കിൽ കുട്ടികൾ എല്ലാവരും ബാങ്ക് കൊടുക്കുന്നു, ഇഖാമത്ത് വെക്കുന്നു ചെയ്യും. അങ്ങനെ തന്നെയാണല്ലോ ഇസ്ലാമികമായ രീതി. അങ്ങനെ ഉള്ളൊരു സ്ഥലം ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അവിടെ
ബാങ്ക് കൊടുക്കാൻ പെണ്ണിന് അനുവാദമുള്ളൊരു സന്ദർഭമാണെന്ന് വിചാരിക്കുക, അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. എങ്കിൽ അവിടെയുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. ഞങ്ങളോട് ചിലപ്പോൾ പറയും, അവിടെ സ്ഥിരമായിട്ട് ഇമാമക്കുന്ന ആൾ വന്നിട്ട് പറയും, എന്ത് അക്ബറ ഇന്ന് ഞാൻ ഉണ്ടാവില്ല, നിങ്ങളൊന്ന് ഇമാമക്കണം കേട്ടോ. എനിക്ക് ഒഴിവുണ്ടെങ്കിൽ ഒഴിവുണ്ടില്ല. അതാണ് ആണാണെങ്കിൽ എന്ത് പറയും, ഞാൻ താനൂരൊന്ന് പോയിട്ട് നിങ്ങൾ ഇമാമത്തിക്കണ്ടെന്ന് പറയാം. പക്ഷെ പെണ്ണിനോട് അങ്ങനെ കണ്ണടച്ച് ഇമാമത്തിക്കാൻ പറയാൻ പറ്റുമോ? മൂപ്പത്തിന്റെ ഡേറ്റ് എന്നാന്ന് ഇപ്പൊ ആർക്കും അറിയാം. പെണ്ണ് ഏറ്റവും രഹസ്യമായി വെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കഴുത്തിൽ തൂക്കി നടക്കേണ്ട ഗതികേടുണ്ടാവൂലേ? അതാണ്. എങ്ങനെ 3 ആഴ്ച താത്ത ലോറിന് ബാങ്ക് കൊടുത്തു പോയി, 4-ാമത്തെ ആഴ്ച വരാൻ കൂടുന്നില്ല. പിന്നെ അടുത്ത മാസം ആദ്യത്തെ ആഴ്ച മൂപ്പത്തി വരികയാണ്, ഉറപ്പാണ്. എന്ത് നാട്ടുകാർ മുഴുവൻ ചോദിച്ചു, എന്തൊരാഴ്ച പനി ഇനിയോ തലവേദന ഇനിയോ വയറിളക്കിനിയോ എന്നൊക്കെ ചോദിക്കൂലേ? അപ്പൊ ഇതൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? അപ്പൊ KSRTC ബസിന്റെ മൂട്ടിൽ മഞ്ചേരി കോഴിക്കോട് നിന്ന് ബോർഡ് വെക്കണ മാതിരി കൗത്തിലൊരു ബോർഡ് വെക്കേണ്ടി വരൂലേ? ഒന്നാലോചിച്ച് നോക്ക്. അല്ല മുജാഹിദേ, ഇത് തീരുമോ? അതുപോലെ ഇക്കാമത്ത് കൊടുക്കണ താത്താക്ക് മാത്രം പ്രശ്നം. 5 വക്ത് നിക്കരിച്ചാൻ വരുന്ന പാത്തും താത്ത, ആ പാത്തും താത്ത 3 ആഴ്ച വന്നു, മൂപ്പത്തിക്കും നിക്കരിച്ചാൻ വരാൻ പറ്റൂലല്ലോ 4-ാമത്തെ ആഴ്ച. അപ്പൊ പിന്നെ പിറ്റത്തെ മാസം ആദിക്ക് വരുമ്പോ ചോദിക്കൂല, അല്ല കതിയമ്മ എന്താ എന്നെ കഴിഞ്ഞ ആഴ്ച നിക്കരിച്ചാൻ കാണാൻ ചോദിക്കൂലേ? അപ്പൊ ഇക്കാമത്ത് കൊടുക്കുമ്പോ മാത്രല്ല, നിക്കരിച്ചാൻ വരുമ്പോഴും വേണ്ടി വരും ഈ ബോർഡ് തൂക്കുക അല്ലേ? ഇതാണ് പ്രശ്നം എന്നാ മൗലവി പറഞ്ഞു കൊടുക്കുന്നത്. ഇത് നാടകകർത്താവിന് തിരിയൂലല്ലോ. അതാണ്. മുമ്പൊരു നാടകം ഉണ്ടാക്കി, പെണ്ണിന്റെ പുരോഗമനമൊക്കെ പറഞ്ഞിട്ട് നിരീശ്വരവാദികള്. അതിന് മറുപടി കൊടുത്ത കോലാത്. എന്താ പെണ്ണിനോട് പറയുമ്പോ ഉണ്ടാവേണ്ടത്? എനിക്കൊന്നും പറ്റൂല, കാരണം എനിക്കൊന്ന് മനസ്സിലാണെന്ന് പറയണ്ടേ അവൾ? അത് നിക്കരിച്ചാൻ വരാത്ത താത്താനോട് ചോദിക്കുമ്പോഴും പറയണ്ടേ? അല്ല പാത്തോ, എന്താ എന്നെ ഒരാഴ്ച നിക്കരിച്ചാൻ കാണാഞ്ഞതെന്ന് ചോദിക്കുമ്പോഴും ഇതാ കേസ് എന്ന് പറയണ്ട മുജാഹിദേ. അതാണ് പണ്ട് വെളിയങ്കോട് മൗലവി അൽമനാറിൽ എഴുതിയത്. MCC മൗലവി വന്നിട്ട് പറഞ്ഞു, പെണ്ണ് പള്ളി പോകണം. അപ്പൊ ഉമർ മൗലവി എഴുതി, എന്താ എഴുതിയത് അറിയങ്ങള്? പെണ്ണിനെ പള്ളി കൊണ്ടുവരുന്ന പോലെ പട്ടച്ചൂലെടുത്ത് പേറണം. എന്താ കാരണോ? ഒരു പെണ്ണ് പള്ളിയിൽ വന്നിട്ട് ഇതല്ല പറഞ്ഞത്, ഇതിലും അപ്പുറത്തുള്ള കേസാ പറഞ്ഞത്. ഇന്നൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, നമ്മളെ കോഴിക്കോട്ടെ സൂറക്കായൊക്കെ വന്നിട്ട് ആകെ കുലുമാലാക്കും, പെണ്ണിനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട്. അതിന്റെ മുമ്പ് ഉമർ മൗലവി മരിച്ചു പോയത് നന്നായി. എന്താ മൂപ്പര് പറയണറിയോ? പെണ്ണ് അബലയും ചബലയുമാണ് എന്നാ. കോടതി പോകാനും ജയിലിൽ പോകാനും വേറൊരു വർത്തമാനം വേണ്ട. എന്താ പറയണത്? അബലയും ചബലയുമാണ്. അതുകൊണ്ട് നിക്കരിച്ചാൻ വന്ന താത്താക്ക് പെട്ടെന്ന് മെനസസ് ഉണ്ടായി പള്ളിന്ന്. പള്ളി കേടേര് മാത്രല്ല, താത്ത മാനക്കേടിലും ആകും. അതുകൊണ്ട് പെണ്ണ് പള്ളിക്ക് വന്നുകൂടാ. പിന്നെ എപ്പോഴേ മുജാഹിദീങ്ങളെ മെനസസ് നിന്നത് നീ അമ്മക്കറിയൂല. അതേ ഉമർ മൗലവി പിന്നെ പള്ളിക്കൊക്കെ വരണമെന്ന് പറയാണ്. ഈ തോന്നിയാസാണ് വഹാബിസം. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇനി മൂപ്പര് ഇമാമത്ത് നിർത്തിയുള്ള കുഴപ്പം പറയുന്നുണ്ട്. എന്താണ് നിങ്ങള് ഇമാമത്ത് നിർത്തിയുള്ള കുഴപ്പം എന്താ അറിയോ? മൂപ്പര് പറയാണ്, മുന്നിൽ പെണ്ണ് നിന്നിട്ട് ബാക്കിൽ ആണുങ്ങൾ മാമുമായി നിന്നാലേ മൗലവിന്റെ റേഞ്ചൊക്കെ ആകെ കിളി പോകുന്ന പറയണത്. ഇസ്ലാം പറഞ്ഞു ആണും പെണ്ണും ഒറ്റക്കാവരുത്, ആണും പെണ്ണും ഒറ്റക്ക് സംസാരിക്കരുത്. ആണും പെണ്ണും. വേറൊരു മൗലവിനോട് ചോദിച്ചു, അയലോക്കത്തെ KNM-കാരനും ഇപ്പുറത്തെ MGM-കാരിക്കും ഒരു ബൈക്കും ഒറ്റക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? മൂപ്പര് പറഞ്ഞു, മുറുക്കി പിടിച്ചണം, 24 മണിക്കൂർ കജിണീന്റെ മുമ്പ് എടുത്തോടുത്ത് തന്നെ തിരിച്ചേൽപ്പിക്കണം. ബൈക്കല്ല, അയലോക്കത്തെ താത്താന്. മൂപ്പർക്ക് തന്നെ വേറെ മസാല ഉണ്ട്. വലിയ കുളി നിർബന്ധാകണമെങ്കിൽ ഇതൊരു ചെമ്പട്ടി വേണം, ഇച്ചിരി പോരാ. ചെയ്യരുത്. ഈ മീറ്റൂന്റെ എല്ലാം പിന്നിലെന്താ? ഇതെല്ലാം തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോ അവിടെ ഒരു പള്ളിയിൽ ഇമാമ് നിൽക്കുന്നയാളുടെ ശരീര വിക്ഷേപങ്ങൾ മുന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് ആത്മീയമായ ഉണർച്ചക്ക് പകരം ലൈംഗികമായ ചോദനയുണ്ടാക്കുന്നതായിക്കൂടാ എന്നത് അടിസ്ഥാനപരമായ കാര്യം തന്നെയാണ്. അപ്പൊ ഇത് പള്ളിക്കെന്നേ ഉണ്ടാവുള്ളൂ. നിങ്ങളെ സ്റ്റേജിന്മേൽ മുമ്പിൽ MGM-കാരത്തെയും ബാക്കിൽ KNM-കാരനും കുത്തുന്ന ഈ സാധനം ഒന്നും ഉണ്ടാവൂലേ?
സ്റ്റേജും വന്നുണ്ടായാലും പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സാധാരണഗതിയിൽ ഉണ്ടാകാതൊക്കെ ചെയ്യാം. ഇത് പള്ളിൻ്റെ മീറാബിൻ്റെ ചോട്ടം തന്നെ മൗലവിക്ക് ഈ കിളി പോകുമെങ്കിലേ സഹോദരന്മാരെ, നിങ്ങളെ സ്റ്റേജുമ്മലേ ആണിനെയും പെണ്ണിനെയും ഇരുത്തിയാൽ എന്തുണ്ടാകും? നിങ്ങൾ ആലോചിച്ച് നോക്കി. മൗലവി തുടരട്ടെ. അത് തന്നെ അതിന്റെ മാനവികത അതാണ്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യവും പ്രധാനമാണ്. നേരത്തെ പറഞ്ഞ കാര്യം പ്രധാനമാണ്. ഇമാം നിൽക്കാൻ എല്ലാ പെണ്ണുങ്ങളെയും പള്ളിയിലെ ഇമാമ നിൽക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ആർക്ക് ഏത് പെണ്ണിനും ഇമാം നിൽക്കാം. അപ്പോൾ അന്ന് പിന്നിൽ നിന്ന് സ്ഥിരമായിട്ട് മൗമുമായ ഒരാള് ഇമാമായി നിൽക്കാൻ വരണ ഏതോ അന്യ സ്ത്രീനോട് ഇന്നെന്താ ഇമാമിന് കണ്ടില്ലല്ലോ, അപ്പൊ എന്താ അവള് പറയണ്ടേ? ഇത് കൃത്യമായിട്ട് ജമാഅത്തിലെ തന്നെ താത്താക്കുണ്ടാകും ഈ ബുദ്ധിമുട്ട്. 3 ആഴ്ച വന്നിട്ട് 4ാമത്തെ ആഴ്ച കാണാതെ ആകുമ്പോൾ പിന്നെ വരുമ്പം ചോദിക്കൂലേ എനിക്ക് പനിയേനിയോ തലവേദനയേനിയോ വേറെ വല്ലതേനിയോ? അപ്പൊ ഈ ബോർഡ് തൂക്കേണ്ടി വരൂലേ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സുന്നത്ത് ജമാഅത്താണ്. നിങ്ങൾ ഇസ്ലാമിനെ വക്രീകരിച്ച് യുക്തിവാദികളെ സന്തോഷിപ്പിക്കാൻ തീരുമാനിച്ചു, നിരീശ്വരവാദികളെ സന്തോഷിപ്പിക്കാൻ തീരുമാനിച്ചു, ലിബറലിസ്റ്റുകളെ സന്തോഷിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതുകൊണ്ട് അവർ സന്തോഷവാന്മാരായില്ല. അതുകൊണ്ടാണ് പെണ്ണുങ്ങളെ പള്ളിക്കൊക്കെ കൊണ്ടുപോയി മുജാഹിദും ജമാഅത്തും. പക്ഷേ കോഴിക്കോട്ടെ സൂറ ഇക്കായി എന്നാണോ ഇത്തായി എന്നാണോ പറയേണ്ടത് എനിക്കറിയില്ല. അപ്പൊ ഈ ജെൻഡർ എന്നൊക്കെ പറഞ്ഞാൽ അവനവൻ തീരുമാനിക്കുന്നതാണ്. ഒരാൾ അവനാൻ തീരുമാനിക്കണം ആണാണോ പെണ്ണാണോ. അല്ലാതെ നമ്മൾ ഈ ഫോട്ടോ കണ്ടൊന്നും ആണ് പെണ്ണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇനി കോടതി പോകേണ്ടി വരും. അങ്ങനത്തെ ഒരു കാലാണ് ഈ. എൻ്റെ ജെൻഡർ ഞാൻ ആണാ തെരഞ്ഞെടുത്തത്, ഓഞ്ഞ പെണ്ണ് എന്ന് വിളിച്ചു, ഇത്താത്താന്ന് വിളിച്ചു, അതുകൊണ്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു പോയാൽ ഞമ്മക്ക് ഈ വക്കീലും ഫീസൊന്നുമില്ല. ഇനി അഥവാ ഇക്കായിന്നോ ഇത്തായിന്നോ വിളിച്ചിട്ട് വല്ല മാനക്കേടും നിങ്ങൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ മുൻകൂറായിട്ട് ഒരു മാപ്പാണ് തരാം. അതിന് നമ്മളെ എയറിലാക്കണ്ടല്ലോ. ഇങ്ങളാക്കി വിചാരിച്ചിട്ട് ആകൂല്ല. ഈ എയറിൽ എന്നൊക്കെ പറഞ്ഞാല് ചിലരിങ്ങനെ വന്നിട്ട് പറയാം ഉസ്താദ് എയറിലാണ്, ഇവൻ അതൊക്കെ കയറ്റി വിടല്. ഇതൊക്കെ ആർക്കാ പറയാൻ കഴിയാത്ത? മീഡിയ വണ്ണാരെ എയറിൽ നിന്നൊരു പോസ്റ്റ് ഇട്ട ഓനും എയറിലാവും, അത്രയും ആകലുള്ളൂ. അപ്പൊ ഇരിക്കട്ടെ, മൂപ്പത്തി പറയാണ് എന്താ പറയാ, മൂപ്പത്തിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വല്ലാത്തൊരു സംഗതിയാണ്. മുസ്ലിം പെണ്ണുങ്ങളെ ആലോചിച്ച് കരഞ്ഞ് ചോരയും നീരും പറ്റിപ്പോയ താടി ഉണ്ടാവില്ല കേട്ടോ എന്ന് കരുതുക. ഞാനൊന്നും കേസ് കൊടുക്കരുത്, അബദ്ധത്തിൽ വന്നു പോയതാണ്. ഇനിയോ മുടിയൊക്കെ നരച്ചുപോയി. ഒക്കെ ഈ മുസ്ലിം പെണ്ണുങ്ങളെ. മൂപ്പത്തി ഇന്നലെ പറഞ്ഞ എന്താ അറിയോ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം സഖാഫി എന്നൊരു പണ്ഡിതൻ പ്രസംഗത്തില് സോഷ്യൽ മീഡിയയിൽ ആണും പെണ്ണും ഇസ്ലാമിന്റെ പരിധി ലംഘിക്കരുത് എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരെ പുരോഹിതന്മാർ ഈ സക്കാത്ത് കമ്മിറ്റിന്റെ കൊള്ളാകപ്പാടെ ടൗസറൂരി നിൽക്കുമ്പോ എയറിലായി പോയതാണ്. അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ എപ്പോഴും ഇവര് കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. മൂസാനബിന്റെ വടിയാണല്ലോ സീറന്മാരെ തോൽപ്പിച്ച എന്നതുപോലെ ദീനിനെ തോൽപ്പിക്കാൻ ഇവര് പുറത്തിരിക്കുന്ന സാധനമായി മീഡിയ വണ്ണേ. അവിടെ ഇരുന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഇവരെ ഈ അന്നദീനികളായ കുറച്ച് ആൾക്കാരെ മാധ്യമപ്രവർത്തകരെന്ന് പേരിട്ടിട്ട് ഉരുട്ടിക്കൊണ്ടെന്ന് നിർത്തും. എന്നിട്ട് ഈ സമൂഹത്തിലെ കോൽക്ക് രക്ഷപ്പെടാനുള്ള അജണ്ട ഇട്ട് കൊടുക്കും. അപ്പൊ പെണ്ണിനെയും ഇസ്ലാമിനെയും തൊട്ടുകാണ്ടാണെങ്കിൽ എല്ലാവർക്കും വലിയ ദുർപ്പതിയാണ്. അങ്ങനെ ഇപ്പൊ ഇന്നലെ മൂപ്പത്തി വന്നിട്ട് പറയാണ് മുസ്ലിം പെണ്ണുങ്ങളൊക്കെ ആകെ ജയിലിലാണ്. മുസ്ലിം പണ്ഡിതന്മാര് മുസ്ലിം സ്ത്രീകളെയൊക്കെ ചങ്ങലക്കിട്ടൊക്കെയാണ്. എന്തിന്? അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, പഠിച്ചോനെ ഈ മുസ്ലിം പണ്ഡിതന്മാര് തലമറക്കണം എന്ന് പറയണോലാണ്. തലമറക്കാത്തോലെയൊക്കെ ചങ്ങലക്കിടുകയാണെങ്കിൽ ഇത്താത്തൊക്കെ ചങ്ങലമെന്ന് ഇറങ്ങിയ ടൈം ഉണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അങ്ങനത്തെ പരിപാടിയൊന്നും ഞമ്മക്കില്ല. അതുപോലെ ഇപ്പം മൂപ്പത്തിക്ക് എന്തും പറയാം. ഇപ്പൊ കുറച്ച് മുമ്പ് മൂപ്പത്തി പറഞ്ഞത് മുസ്ലിം സ്ത്രീകളൊക്കെ സഞ്ചരിക്കുന്ന കബറാന്നാ. അതിനിപ്പോ കേസിന് പോകാൻ നമ്മളെയൊക്കെ വക്കീൽ ഫീസ് ഇല്ലല്ലോ. ഞമ്മക്കാണെങ്കിൽ ഇപ്പൊ ഈ ഇസ്ലാമിന്റെ ശത്രുക്കൾ പൈസ തരൂലല്ലോ ഇപ്പൊ ഇതിനൊന്നും. അപ്പൊ ഇതൊക്കെയാണ് കഥ. പക്ഷെ ഇന്നിപ്പോ കേൾക്കുന്നത് മൂപ്പത്തി മുസ്ലിം സ്ത്രീകളെ പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ടില്ലെങ്കിൽ മരിച്ചു എന്നാ പറയണത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നാ നമുക്ക് പറയാനുള്ളത്. പിന്നെ അങ്ങനെയാണ്. പിന്നെ മരിച്ചരുത് എന്നാ നമുക്ക് പറയാനുള്ളത് അല്ലേ? മന്മഥൻ മതിമറന്നു തൂങ്ങി, മന്മതിയോ മനംനൊന്തു തൂങ്ങി എന്ന കണ്ടു നിൽക്കണ ചാവാലി ഈ എന്തിനാ തൂങ്ങിയത് എന്ന് പണ്ടൊരു ചങ്ങായി അമ്പലത്തിന്റെ മുമ്പിൽ ഒരു ആൽമരണ്ട് അടിച്ചേരാൻ പേരിന് മന്മതിയേറ്റ് മന്മഥൻ പ്രേമ നൈരാശ്യം കൊണ്ട് മന്മഥൻ തൂങ്ങി. അത് കണ്ട് അടിച്ചേരാൻ വന്ന മന്മതിയും തൂങ്ങി. എന്നിട്ട് ഇത് രണ്ടും മന്മഥനും മന്മതിയും കാമുകന്മാരാണ്. ഓല് പ്രേമ നൈരാശ്യത്തിൽ രണ്ടാളും തൂങ്ങി.
ആൽമരത്തുമ്പോൾ തൂങ്ങിക്കിടക്കണ ഈ രണ്ടാളെയും കണ്ടുകണ്ട് അവിടെ അടിച്ചു തരാൻ വരുന്ന ആളുണ്ട്. ഓ ഇങ്ങനെ നോക്കി, പടച്ചോനെ എന്താ ഇത് തൂങ്ങി. ഓ ഒന്നും നോക്കിയില്ല, അടുത്ത തുണി അയച്ചിട്ട് ഓനും തൂങ്ങി. അപ്പൊ ഇതിലെ മൂന്നാമതൊരാൾ വന്നു കണ്ട് ചോദിച്ചല്ല, മന്മഥൻ മതിമറന്നു തൂങ്ങി, മന്മതി മനന്നൊന്നു തൂങ്ങി, കണ്ടു നിൽക്കണ താത്ത കണ്ടു നിൽക്കണ ചാവാലി നിങ്ങൾ എന്തിനു തൂങ്ങി? ആ താത്ത അറിയാതെ വന്നതാണ്, അതിന് ഹോൾസെയിൽ മാപ്പ് പറഞ്ഞുതരാം, ഞാനൊന്നും കോടതി പോണ്ട. അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ എന്ത് ചെയ്തു? ഇതുപോലെ എന്തിനാണ് ഇപ്പൊ ഈ മുസ്ലിം പെണ്ണുങ്ങളെ കാര്യം ആലോചിച്ച് മൂപ്പത്തി തൂങ്ങണമെന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും അതൊന്നും ഒരു പരിഹാരമല്ല. ഇരിക്കട്ടെ, മൂപ്പത്തി പറയാണ് പള്ളി പോണം എന്നതുകൊണ്ട് മാത്രം പ്രശ്നം തീരൂല, മീറാബിൽ ഇമാമത്ത് നിൽക്കണം. പറഞ്ഞെന്താ കാട്ടണം? ഈ പള്ളിക്കൊക്കെ കൊണ്ടുപോകണം, മൗലൈമാരെ കിളി പോവുകയാണ് ഈ അവസ്ഥയിലേക്ക്. പിന്നെ ഇതൊന്നും ഇപ്പം താത്താക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതൊക്കെ അക്ബർ മൗലവി എന്നെ പറയണം. താത്ത പറയണം ഞങ്ങൾക്ക് പള്ളിക്കൊക്കെ പോകാനുള്ള സൗകര്യം ഉണ്ടായാൽ പോരെ, ഇമാമത്തുക്കും വേണം, ഖുതുബോധം വേണം, ബാങ്ക് കൊടുക്കും വേണം. മുസ്ലിം സ്ത്രീകളെ എല്ലാ പള്ളികളിലും പ്രാർത്ഥനയ്ക്ക് ആവശ്യമുള്ള ആളുകൾക്ക്, പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്ന വിശ്വാസികൾക്ക് പള്ളികൾ തുറന്നു കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു മേക്കാരൊന്നും പള്ളിക്കല്ല. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ പൈസ കൊടുത്ത് സ്ഥലം വാങ്ങുക, നമ്മൾ പിരിവെടുത്ത് പള്ളി ഉണ്ടാക്കുക, എന്നിട്ട് പിന്നെ അതിൽ വരേണ്ടത് ആരാന്ന് സൂറാത്ത തീരുമാനിച്ചു. അല്ല സൂറക്ക എന്താ എനിക്കറിയില്ല. അപ്പൊ ഏതായാലും പിന്നെ സൂറ തീരുമാനിക്കുക അവിടെ ആരാ വരേണ്ടത്. ഏതെങ്കിലും ഒരു പെണ്ണിന് പഞ്ഞ് ചിത്താന്ത മിനാരുള്ള ബിൽഡിങ്ങിന്റെ ഉള്ളിൽ തന്നെ നിക്കരിച്ചണമെന്ന് സൂറാത്താന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടങ്ങടിയിൽ പള്ളി ഏറ്റിന്ന്. എന്നിട്ട് താത്താരക്കണ് പോട്ടെ. ജാമിദ ടീച്ചർ പണ്ട് വണ്ടൂരടുത്ത് ചെറുകോട് വന്നിട്ട് ജുമ അടുത്തി. ആരെ ഇപ്പൊ ഇവിടെ കുലുമാലാക്കി ആകാശം പൊളിഞ്ഞാടിയോ? ഇതിപ്പോ നമ്മളിപ്പോ സൂറാത്ത പറയാം, എൻ്റെ പെരിയിൽ ഞാൻ വെജിറ്റേറിയനാണ്, കുമ്പളങ്ങ മാത്രമേ വെക്കുള്ളൂ. നമ്മൾ നാലാള് പത്രക്കാരെ ചെന്നുകൊണ്ട് കണ്ടിട്ട് പറയണം അല്ല അവിടെ പോത്തിറച്ചി തന്നെ വെക്കണം എന്ന് പറഞ്ഞാൽ, പോത്തിറച്ചി വെക്കണമെങ്കിൽ നമ്മൾ വേറെ അടുക്കളയും പേരി ഉണ്ടാക്കണം. നമ്മളെ അടുക്കളയിൽ വന്നിട്ട് കുമ്പളങ്ങ ഉണ്ടാക്കണം എന്ന് താത്തിയും പറയരുത്, അല്ലെങ്കിൽ ഇക്കായും പറയരുത്. നമ്മൾ അവരെ വീട്ടിൽ ചെന്നിട്ട് മൂപ്പത്തി കുമ്പളങ്ങ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ പോത്തിറച്ചി ഉണ്ടാക്കണം എന്ന് നമ്മളും പറയരുത്. അങ്ങനെ നിക്കരിച്ചുകൊണ്ട് പള്ളി എത്രയൊക്കെ ഇപ്പൊ ഇവിടെ എത്ര ജാതി മുജാഹിദിന്റെ തന്നെ ഉണ്ടാവും. എണ്ണി നോക്കിയാൽ ഒരു 8-10 പള്ളി. ആർക്കപ്പതിന് മുടക്ക് ഉന്നങ്കായി പൊട്ടിത്തെറിച്ച മാതിരി അങ്ങനെ പള്ളിയായിട്ടുണ്ട് മുജാഹിദിന്റെ 10,000 ഗ്രൂപ്പ്. നമുക്ക് ആർക്കും ഒരു പരാതിയില്ല. ഇനിയിപ്പോ സൂറാത്താന്റെ നേതൃത്വത്തിൽ ഒരു പള്ളി കോഴിക്കോട്ടങ്ങാടിന്റെ ഹൃദയഭാഗത്ത് തന്നെ കയറ്റി. ഇവിടെയുള്ള സുന്യാളും കയറ്റിയ പള്ളിന്റെ മിനാരത്തിനേക്കാളും നീളത്തിൽ മിനാരുണ്ടാക്കി. എന്നിട്ട് സൂറാത്ത് തന്നെ ഖുതുബോധിക്കോട്ടെ എന്ന് ആർക്കാ പരാതി? സൂറാത്ത് തന്നെ ഇമാമത്ത് നിന്നോട്ടെ, ആർക്കാ പരാതി? ആർക്കും പരാതിയില്ല. പക്ഷെ ഈ പള്ളിന്റെ വളപ്പിക്ക് വരണമെങ്കിലേ ഇത് നിയമവ്യവസ്ഥ ഉള്ള നാടാണ്, ഇച്ചിരി പുളിക്കും. അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ, താത്ത പൂതി പറയട്ടെ. അതുകൂടാതെ കയറ്റുന്ന പള്ളികളിൽ തന്നെ സ്ത്രീകളെയും പുരുഷന്മാരെയും വേറെ വേറെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇമാമ് ആവുന്നത് പുരുഷൻ മാത്രമാണ്. അതാണ്, അത് വഹാബികളെ നെഞ്ചത്തിക്ക, അത് മൗദൂദികളെ നെഞ്ചിക്ക, അതൊന്നും പറ്റൂല. പള്ളിയായിട്ടാ ഞമ്മളും ഇമാമിനെ വെക്കാൻ മൂപ്പത്തി. നല്ല പരിപാടിയല്ലേ. അപ്പം സ്ത്രീകൾക്ക് ഇമാമിന്റെ അധികാരം കൊടുക്കണം. അതുപോലെ തന്നെ എല്ലാ പള്ളികളിലും വ്യത്യാസമില്ലാതെ എല്ലാ പള്ളികളിലും സ്ത്രീകൾക്ക് കയറാനുള്ള അനുവാദം കിട്ടണം. അതാണ് ഔലുങ്കര പോലെ അകത്തപ്പള്ളി വേണമെന്ന, ഔലുങ്കര പോലെ മീറാബ് വേണമെന്ന, ഔലുങ്കര പോലെ മിമ്പറം വേണമെന്നാണ് MGM-ലോ അതുപോലെ GIO-യിലൊക്കെ ഒന്ന് മെമ്പർഷിപ്പ് എടുത്തിട്ട് സൂറാത്താനെ നല്ല പ്രസിഡന്റ് ആക്കി വെക്കണം മുജാഹിദീങ്ങൾ. അല്ലെങ്കിൽ ജമാ ഇസ്ലാമിക്കാർ വെക്കണം. എന്നിട്ട് പള്ളി കയറ്റട്ടെ, എന്നിട്ട് ഇമാമ് നിൽക്കട്ടെ. ആർക്കാണ് ഇപ്പൊ ഇവിടെ പ്രശ്നമുള്ളത്? ഇതിപ്പോ പള്ളി സ്ഥലത്തിന് പിരിച്ചാൽ നമ്മൾ സ്ഥലത്തിന് പിരിച്ചുമ്പോൾ നമ്മളെ പെരയിലുള്ള പെണ്ണുങ്ങളൊക്കെ കാതിലെ സ്വർണം തരും, അരിയിലെ ചിറ്റ് തരും. ഓൽക്കാർക്കും ഈ പള്ളിയിൽ വന്ന് നിക്കരിച്ചണ്ട, ബാങ്കും കൊടുക്കണ്ട, ഇമാമത്തും നിൽക്കണ്ട. ഒരു ഉറുപ്പ്യന്റെ മുടക്കില്ലാതെ മൂപ്പത്തിങ്ങനെ പെരയിലിരുന്ന ഇസ്ലാമിനെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ചാനലുകാർ എന്ത് കിട്ടിയാലും അപ്പോഴും പോകും മൈക്കേറ്റ്. മൂപ്പത്തിക്ക് ആ പറയുന്ന തൊള്ളിയിലെ കാറ്റിന്റെ മുടക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ പള്ളിക്ക് സ്ഥലം വാങ്ങണത്, അതുപോലെ പള്ളിക്ക് പൈസനൊക്കെ നമ്മൾ നിക്കരിച്ച ആളെ മൂപ്പത്തി തീരുമാനിച്ചു, ഇമാമത്തിനും മൂപ്പത്തി തീരുമാനിച്ചു. ഇതൊക്കെ ഇവിടുത്തെ പരിപാടിയാ. നിങ്ങൾ നല്ലൊരു പള്ളിയായിട്ട് എന്നിട്ട് നിങ്ങൾ തന്നെ ഖുതുബോധി സ്വാഗതാർഹം. ഞങ്ങൾ ആ വൈക്കേ വരൂല, നിങ്ങൾ ഈ വൈക്കും വരണ്ട, അത്രയല്ലേ പൈലുള്ളൂ. ഇതൊക്കെ ആരാണ് വളം വെച്ചു കൊടുത്തത്? ഇവിടെയുള്ള വിധയികളല്ലേ. എന്നിട്ട് വന്നിട്ട് പറയാ ഞങ്ങൾ ഇവിടെ ലിബറലിസ്റ്റുകൾക്കൊക്കെ മറുപടി അറിഞ്ഞാലേ ഓല തൊള്ള അപ്പ സീല് വെക്കുന്ന എന്തൊരു അപകടം.
അപകടമാണ്. അള്ളാഹുവിന്റെ ദീനായി നമ്മൾ തിരിച്ചറിയണം മുസ്ലിമീങ്ങള്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, സതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല. ഈ സമുദായം 73 കക്ഷികളായി ഭിന്നിച്ചു പോകുന്നതാണ്. ആ 73 ഉമ്മത്ത് ഭിന്നിക്കുന്നു പറഞ്ഞാൽ ഖുർആനായി തോതിയിട്ട് ഹദീസ് ഓതിയിട്ട് 73 ആശയം ഈ ഉമ്മത്തിൽ പറയപ്പെടുമെന്നാണ്. അങ്ങനെ പറയപ്പെടുമ്പോഴോ സ്വഹാബത്തിൽ നിന്ന് പകർന്നു കിട്ടിയത്, അവരിലൂടെ പകർന്നു കിട്ടിയ സബീലുൽ മുഅ്മിനീൻ, സിറാത്തുൽ മുസ്തഖീം, ആ വഴിയിലൂടെ പകർന്നു കിട്ടിയ മതം, അതാണ് സുന്നത്ത് ജമാഅത്ത്, അതാണ് പാരമ്പര്യ ഇസ്ലാം. ഇന്നലെ വന്ന ഒരു തൊള്ളവടായിക്കാരൻ നാളെ മറ്റൊരാൾ വരും, അതിന്റെ പിറ്റേന്ന് വേറൊരാൾ വരും. ഈ തൊള്ളവടായികൾ കേട്ട് നമ്മൾ നമ്മുടെ തറവാട് തെറ്റിപ്പോകരുത്, സിറാത്തുൽ മുസ്തഖീം കൈയൊഴിക്കരുത്. അങ്ങനെ കൈയൊഴിച്ചാലോ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം, അത് നരകത്തിലേക്ക് കാലിടറി പോകുന്ന ഗുരുതരമായ തെറ്റാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ ആഖിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ദുആ ചെയ്യും, ആവശ്യമായ നസീഹത്ത് തരും. ദുആ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.